ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്ടോപിക് പ്രഗ്നൻസീസ് ആർ റെഫേർഡ് ടു ആസ്. അതായത് എന്താണ് എക്ടോപിക് പ്രഗ്നൻസി എന്നത് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ, പ്രഗ്നൻസി ടെർമിനേറ്റഡ് ഡ്യൂ ടു ഹോർമോണൽ ഇംബാലൻസ്. അതായത് ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് അബോർഷൻ സംഭവിക്കുന്നതാണ്. പ്രഗ്നൻസി വിത്ത് ജനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ടാകും. അതായത് പ്രഗ്നൻസി കുഞ്ഞിന്റെ ജനറ്റിക് അബ്നോർമാലിറ്റി വൈകല്യം ഉണ്ടാകും. അതായത് ഡൗൺ സിൻഡ്രോം, ടർണർ സിൻഡ്രോം അങ്ങനെ ഉണ്ടായിരിക്കാം. Implantation of embryo at the site other than uterus, and last one is the implantation of defective embryo in the uterus. അപ്പോൾ സാധാരണഗതിയിൽ എക്ടോപിക് പ്രഗ്നൻസീസ് നമ്മൾ ഈ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലും പഠിക്കുന്ന കാര്യമാണ്. എക്ടോപിക് പ്രഗ്നൻസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ഔട്ട്സൈഡ് ദ യൂട്രസ്, അതായത് യൂട്രസിന് പുറത്തായിട്ട് എവിടെ പ്രഗ്നൻസി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെന്താ എക്ടോപിക് പ്രഗ്നൻസീസ് ആണ്. അല്ലാതെ ഇത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ ജനറ്റിക് ഡിസോർഡറോട്ടോ യാതൊരു ബന്ധമില്ല. ചില അവസരങ്ങളിൽ STDs വന്ന് STDs പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാതെ അത് പിന്നീട് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസുകളായിട്ട് PIDs ആണ് ആൾക്കാർക്കൊക്കെ തന്നെ എക്ടോപിക് പ്രഗ്നൻസീസ് ഉണ്ടാകാം. അല്ലാതെ സംഭവിക്കുക ഏതെങ്കിലും തരത്തിലുള്ള സിസ്റ്റോ ഓവിയറിയൻ സിസ്റ്റുകളൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി സംഭവിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എക്ടോപിക് പ്രഗ്നൻസീസ് എന്ന് വെച്ചാൽ യൂട്രസിൽ അല്ലാതെ പ്രഗ്നൻസി യൂട്രസിൽ അല്ലാതെ ഉണ്ടാകുന്നതിന് വേറെ എവിടെയെങ്കിലും പ്രഗ്നൻസി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് എക്ടോപിക് പ്രഗ്നൻസീസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് ഓവറീസ് വരുന്നുണ്ട്. ഇവിടെ ഓവറീസ്, ഇവിടെ ഓവറീസ് വരുന്നുണ്ട്. ഫലോപ്പിയൻ ട്യൂബ്, ഇവിടെ ഫലോപ്പിയൻ ട്യൂബ് വരുന്നുണ്ട്. ഫലോപ്പിയൻ ട്യൂബാണ് യൂട്രസ് വരുന്നത്. ആംബുല ഈ ആംബുലയുടെ ഈസ്തമസിന്റെ സെന്ററിലേക്ക് റിലീസ് ചെയ്യുന്ന ആംബുലറി ജംഗ്ഷൻ എന്ന് പറയും. ഈ ആംബുലറി ജംഗ്ഷനിൽ ഫെർട്ടിലൈസേഷൻ സംഭവിച്ചതിന് ശേഷം എഗ് ഇവിടെ കാണപ്പെടുന്ന ഈ ഫലോപ്പിയൻ ട്യൂബിൽ കാണപ്പെടുന്ന സീലേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. ഈ സീലേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് എഗ്ഗിനെ മൂടിയിരിക്കുന്നു. ഏതാണ്ട് ഒരാഴ്ച കൊണ്ടാണ് എഗ് വന്ന് എഗ്ഗല്ല ബ്ലാസ്റ്റോസിസ്റ്റ് ആവുന്ന കണ്ടീഷൻ വന്ന് ഇത് യൂട്രസ് വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാതെ ഇത് ഇവിടെ നിന്ന് തന്നെ ഡെവലപ്മെന്റ് സംഭവിക്കും. അതാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്ടോപിക് പ്രഗ്നൻസീസ് കൃത്യമായിട്ട് കണ്ടെത്തുകയും ഇതിനെ റിമൂവ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ പിന്നീട് ട്യൂബൽ റപ്ചറിന് കാരണം ഈ ഫലോപ്പിയൻ ട്യൂബ് തന്നെ പിന്നീട് പൊട്ടിപ്പോകാനായിട്ട് കാരണം. ഓക്കെ, ഇപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് എക്ടോപിക് പ്രഗ്നൻസീസ് എന്ന് പറഞ്ഞാൽ implantation of embryo at the site other than uterus. യൂട്രസിന് പുറത്ത് വെച്ച് ഇംപ്ലാന്റേഷൻ സംഭവിക്കും. ഇതാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The part of fallopian tube closest to the ovaries. അതായത് ഫലോപ്പിയൻ ട്യൂബിന്റെ ഏത് പാർട്ടാണ് ഓവറിയുമായിട്ട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ആംബുല, isthmus, infundibulum, and last one is the cervix. നമുക്ക് ആദ്യമേ ഈ സെർവിക്സിനെ നമുക്ക് ഒഴിവാക്കാം. സെർവിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫലോപ്പിയൻ ട്യൂബിന്റെ ഒരു പാർട്ട് പോലുമല്ല. യൂട്രസിന്റെ ഓപ്പണിങ്ങിനെ പറയുന്നവരാണ് സെർവിക്സ് എന്ന് പറയുന്നത്. വൃത്തകാലിനകത്ത് വരുന്നതാണ് സെർവിക്സ്. യൂട്രസ്, സെർവിക്സ്, സെർവിക്കൽ കനാൽ, വജൈന. അപ്പോൾ അതിന് ആദ്യം നമുക്ക് ഈ സെർവിക്സിനെ ഒഴിവാക്കാം. പിന്നീട് 3 പാർട്ടുകളാണുള്ളത്. ആംബുല ഉണ്ട്, ഇസ്തമസ് ഉണ്ട്, ഇൻഫണ്ടിബിൾ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇതാണ് ആംബുല, ഇസ്തമസ്. എന്നാൽ കൃത്യമായിട്ട് പറയാൻ കഴിയും ഓവറിയോട് ചേർന്ന് കാണപ്പെടുന്ന ഫണൽ ഷേപ്പ് സ്ട്രക്ചറിനെ വിളിക്കുന്നവരാണ് ഇൻഫണ്ടിബുലം. ഈ ഇൻഫണ്ടിബുലം ആയിരിക്കും ഓവറിയുമായിട്ട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന റീജിയൻ എന്ന് പറയുന്നത് ഇൻഫണ്ടിബുലം ആയിരിക്കും. ഇൻഫണ്ടിബുലത്തിന്റെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്നവരാണ് ഫിംബ്രി എന്നാണ് പറയുന്നത്. ഫിംബ്രയുടെ ജോലി എന്ന് പറയുന്നത് ഓവുലേഷന് ശേഷം എഗ്ഗിനെ ക്യാച്ച് ചെയ്യുന്ന ജോലിയാണ് നമ്മളുടെ ഫിംബ്രയ്ക്കുള്ളത്. വളരെ കൃത്യമാണ് ആൻസർ എന്ന് പറയുന്നത്. പാർട്ട് ഓഫ് ഫലോപ്പിയൻ ട്യൂബ് ക്ലോസസ്റ്റ് ടു ഓവറി ഈസ് ഇൻഫണ്ടിബുലം. ആൻസർ എന്ന് പറയുന്നത് ഇൻഫണ്ടിബുലം. Okay. Then the third question. The number of autosomes in human primary spermatocytes. അതായത് ഹ്യൂമനിലെ മെയിലാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് കാണപ്പെടുന്നത്. മെയിൽ പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ എത്ര ഓട്ടോസോംസ് കാണുമെന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓട്ടോസോമുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആകെ ഹ്യൂമൻ ബീങ്സിന്റെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് 46 ആണ്. ആകെ ഒരാൾ കാണപ്പെടുന്ന ഹ്യൂമൻ ബീങ്സിന്റെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് 46 ആണ്. 46 ക്രോമസോംസുകളാണ് ഉള്ളത്. ആകെ 46 ക്രോമസോംസ് ആണുള്ളത്. ഇതിൽ 44 ക്രോമസോംസ്, 44 ക്രോമസോമുകളെ വിളിക്കുന്നവരാണ് ഓട്ടോസോംസ്. ബാക്കിയുള്ള 2 ക്രോമസോമുകളെ വിളിക്കുന്നവരാണ് സെക്സ് ക്രോമസോം.
ഓക്കെ, ഇതിൽ പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ എത്ര ഓട്ടോസോമുകൾ ഉണ്ടെന്നാണ് ചോദ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ സ്പെർമറ്റോജെനിസിസിനകത്ത് വരുന്ന ഭാഷയാണ്. സ്പെർമറ്റോജെനിസിസ് മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സ്പെർം. സ്പെർമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നവരാണ് സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഈ സെമിനിഫറസ് ട്യൂബിൾസിൽ കാണപ്പെടുന്ന മെയിൽ ജേം സെൽസ് ആദ്യം മൈറ്റോട്ടിക് സെൽ ഡിവിഷന് വിധേയമായിട്ട് പറഞ്ഞു. ഇത് മെയിൽ ജേം സെൽസ് ആണ്. ഇതിൽ മെയിൽ ജേം സെൽസ് അല്ല. ഈ മെയിൽ ജേം സെൽസ് ആദ്യം മൈറ്റോസിസിന് വിധേയമായിട്ട് എണ്ണം കൂട്ടുന്നു. ഓക്കെ, ഫസ്റ്റ് ദ മെയിൽ ജേം സെൽസ് undergo mitotic cell division and increase their number. അതായത് മെയിൽ ജേം സെൽസ് എന്ന് പറയുന്നത് 12 നമ്പർ ആണ്. ക്രോമസോം സംഖ്യ 12 നമ്പർ എന്ന് പറയുന്നത് 46 ആണ്. അവിടെ എണ്ണം കൂട്ടുമ്പോൾ മൈറ്റോസ് ആകുമ്പോൾ ക്രോമസോമുകളുടെ എണ്ണത്തിൽ ചേഞ്ച് വരത്തില്ല. ഉണ്ടായി വരുന്ന പുതിയതായിട്ടുള്ള ഓരോ സെല്ലിനകത്തും 12 നമ്പർ ക്രോമസോംസ് തന്നെയാണ്. അത് 46 ക്രോമസോമുകൾ തന്നെയാണ്. അങ്ങനെ ഉണ്ടായിരുന്ന മെയിൽ ജേം സെൽസ് എണ്ണം കൂട്ടി വരുന്ന ചില സെല്ലുകളെ നമ്മൾ വിളിക്കുന്നവരാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ കാണപ്പെടുന്ന ഓട്ടോസോമുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ കാണപ്പെടുന്ന ക്രോമസോമുകളുടെ എണ്ണം എന്ന് 46 ആണ്. അതിനകത്ത് കാണപ്പെടുന്ന ഓട്ടോസോമുകളുടെ എണ്ണം എന്ന് പറയുന്നത് 44 ആയിരിക്കും. ഓക്കെ, ആകെ 46 ക്രോമസോംസ് ഉണ്ട്. ബാക്കി 2 സെക്സ് ക്രോമസോം ആയിരിക്കും. കാരണം യൂണിറ്ററി സെൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിൽ കാണപ്പെടുന്ന ഓട്ടോസോമുകളുടെ എണ്ണമാണ് ചോദിച്ചെങ്കിൽ ഇവിടെ പുതിയതായിട്ട് 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ഉണ്ടാവും. രണ്ടിനകത്ത് n നമ്പർ ക്രോമസോംസേ കാണത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ആ കാണപ്പെടുന്ന ക്രോമസോമുകളുടെ എണ്ണം 23 ആയിരിക്കും. എന്നാൽ അതിനകത്ത് ഓട്ടോസോമുകളുടെ എണ്ണം പറയുന്നത് 22 ആയിരിക്കും. പിന്നെ കാണപ്പെടുന്ന സെക്സ് ക്രോമസോം ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് വെച്ചിരിക്കുന്നത് ദ നമ്പർ ഓഫ് ഓട്ടോസോംസ് ഇൻ ഹ്യൂമൻ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 44 ആണ്. 44 ഓട്ടോസോമുകളായിരിക്കും പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ കാണപ്പെടുന്നത്. ആകെ 46 ക്രോമസോംസ് ഉണ്ട്. അതിൽ 47 ഓട്ടോസോമുകളായിരിക്കും പ്രൈമറി സ്പെർമറ്റോസൈറ്റിലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following events is not associated with the ovulation in human female? അതായത് താഴെ പറയുന്ന ഇവന്റുകളിൽ ഹ്യൂമൻ ഫീമെയിലെ ഓവുലേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത കാര്യം എന്താണ് എന്നാണ് പറയുന്നത്. LH surge, decrease in estrogen, full development of Yaphi follicle, and last one is the release of secondary oocyte. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ഓവുലേഷൻ നടക്കുക എന്ന് പറയുന്നത് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 14th ഡേയിലായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 14th day 14ാമത്തെ ദിവസം the secretion of LH and the FSH at its peak level is called LH surge. മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 14ാമത്തെ ദിവസം LH-ന്റെയും FSH-ന്റെയും സെക്രീഷൻ അതിന്റെ പീക്ക് ലെവലിൽ എത്തുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് LH സർജ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇത് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇത് 14th ഡേ ആണ്. 14ാമത്തെ ദിവസം എടുത്തു കഴിഞ്ഞാൽ ഈ 14ാമത്തെ ദിവസവും LH-ന്റെയും FSH-ന്റെയും സെക്രീഷൻ അതിന്റെ പീക്ക് ലെവലിൽ എത്തുന്നു. LH ആണ് and this one is the FSH. ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കുന്നവരാണ് LH സർജ്. അപ്പോൾ LH സർജിന്റെ ഫലമായിട്ടായിരിക്കും ഇത് ഗ്രാഫിയൻ ഫോളിക്കിളുള്ളിലായിട്ടായിരിക്കും സെക്കൻഡറി യൂസേജ് ഇരിക്കുന്നത്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് പൊട്ടിച്ചിട്ട് സെക്കൻഡറി യൂസേജിനെ റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് സെക്കൻഡറി യൂസേജിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ LH സർജ് തീർച്ചയായിട്ടും ഓവുലേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തന്നെയാണ്. Then fully development of graphene follicle. നമുക്കറിയാം ആദ്യം പ്രൈമറി യൂസേജ് ഉണ്ടാവുന്നു. പ്രൈമറി യൂസേജിനെ കവർ ചെയ്ത സെൽസ് ഉണ്ടാവുന്നതിന് പ്രൈമറി ഫോളിക്കിൾ വിളിക്കുന്നു. 2 ലെയർ സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ടാവുന്നു. ടെർഷ്യറി ഫോളിക്കിൾ ഉണ്ടാവുന്നു. ടെർഷ്യറി ഫോളിക്കിൾ ഗ്രാഫീൻ ഫോളിക്കിൾ ആയിട്ട് മാറുന്നത്. ഓവുലേഷനോട് അസോസിയേറ്റ് ചെയ്ത കാര്യമാണ് ഫുൾ ഡെവലപ്മെന്റ് ഓഫ് ഗ്രാഫീൻ ഫോളിക്കിൾ. Then release of secondary oocyte. ഇത് ഓവുലേഷനോട് അസോസിയേറ്റ് ചെയ്ത കാര്യമാണ്. സെക്കൻഡറി oocyte റിലീസ് ചെയ്യും. അത് മെൻസ്ട്രുവൽ സൈക്കിളിൽ 14ാമത്തെ ദിവസം ഓവുലേറ്ററി ഫേസിലേക്ക് സംഭവിക്കുന്നു. ഡിക്രീസ് ഇൻ ഈസ്ട്രോജൻ. ഇതാണ് പോയിന്റ്. ഡിക്രീസ് ഇൻ ഈസ്ട്രോജൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു എഗ് ഡെവലപ്പ് ചെയ്ത് വരാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഹോർമോണാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. ഫീമെയിലെ സെക്സ് ഹോർമോൺ ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിക്രീസ് ഇൻ ഈസ്ട്രോജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗിന്റെ ഡെവലപ്മെന്റ് കൃത്യമായിട്ട് നടക്കത്തില്ല. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഓവുലേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്ത ടൈം എന്ന് വെച്ചാൽ ഡിക്രീസ് ഈസ്ട്രോജന്റെ അളവ് കുറയുന്നതാണ് ഓവുലേഷനുമായിട്ട് അസോസിയേറ്റ് വരാത്ത കാര്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്.
വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോർപ്പസ് ലൂട്ടിയം റിലീസസ്. ആരാണ് കോർപ്പസ് ലൂട്ടിയം റിലീസസ്? എന്താണ് കോർപ്പസ് ലൂട്ടിയം റിലീസ് ചെയ്യുന്നത്? ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ആൻഡ് ആൻഡ്രോജൻ. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫീമെയിൽ 2 സെക്സ് ഹോർമോൺ ആണുള്ളത്. ഒന്ന് ഈസ്ട്രോജനും ഉണ്ട്, ഒന്ന് പ്രൊജസ്ട്രോണും ഉണ്ട്. ഈസ്ട്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒവേറിയൻ ഫോളിക്കിൾസ് ആണ്. സെക്കൻഡ് വൺ ഈസ് പ്രൊജസ്ട്രോൺ. ഈ പ്രൊജസ്ട്രോണെ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊജസ്ട്രോണെയാണ് കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തത്വമായിട്ട് അതായത് ഗ്രാഫിൻ ഫോളിക്കിൾ മുതലായിട്ട് സെക്കൻഡറി യൂസേജ് കാണും. ഈ ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് സെക്കൻഡറി യൂസേജിനെ റിലീസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചർ ആവുന്നു, സെക്കൻഡറി യൂസേജിനെ റിലീസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഓവുലേഷൻ ശേഷം ഉണ്ടായ ആ റപ്ചേർഡ് ഗ്രാഫിൻ ഫോളിക്കിൾ, റപ്ചേർഡ് ഫോളിക്കിൾ ഈസ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. ഈ റപ്ചേർഡ് ഫോളിക്കിളിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം എന്നാണ് പറയുന്നത്. ഈ കോർപ്പസ് ലൂട്ടിയം ആണ് ഫീമെയിലിന്റെ 2 സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോർപ്പസ് ലൂട്ടിയം റിലീസസ് പ്രൊജസ്ട്രോൺ. നമുക്ക് സംശയമുള്ള ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്നൊരു ആൻസർ വരും. സംശയം ഒരിക്കലും അങ്ങനെ വരത്തില്ല. പ്രൊജസ്ട്രോണിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ കോർപ്പസ് ലൂട്ടിയം. ആൻഡ്രോജൻ എന്ന് പറയുന്നത് മെയിലിലെ സെക്സ് ഹോർമോൺ ആണ്. ആൻഡ്രോജൻ എന്ന് പറയുന്നത് ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈഡിംഗ് സെൽസ് ആണ്. ഔട്ട്സൈഡ് ദ സെമിനറസ് ട്യൂബിൾ. സെമിനറസ് ട്യൂബിൾ സെറ്റ് കഴിഞ്ഞാൽ സെമിനറസ് ട്യൂബിൾസിന് പുറത്തായ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയും. ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണപ്പെടുന്ന സെൽസ് ആണ് ലൈഡിംഗ് സെൽസ് എന്ന് പറയുന്നത്. ആ ലൈഡിംഗ് സെൽസ് ആണ് മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റഡി ഓഫ് മെയിൽസ് ഈസ് കോൾഡ് ആൻഡ്രോളജി. ആൺകുട്ടികളെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആൻഡ്രോളജി എന്നാണ് പറയുന്നത്. മെയിലിലെ സെക്സ് ഹോർമോൺ ആൻഡ്രോജൻ എന്ന് പറയുന്നത് മെയിലിലെ എല്ലാ സെക്ഷൽ ക്യാരക്ടേഴ്സിനും കാരണം സെക്കൻഡറി സെക്ഷൽ ഡെവലപ്മെന്റ് എല്ലാം തന്നെ കാരണം എന്ന് പറയുന്നത് ആൻഡ്രോജൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In human female, meiosis second is not completed until birth, puberty, fertilization, last one is uterine implantation. അതായത് നമുക്ക് അറിയാം ഗമീറ്റോജെനിസിസ് കണ്ടുകൊണ്ട് സ്പെർമറ്റോജെനിസും oogenesis ഉണ്ട്. അപ്പോൾ ജേം സെൽസിൽ മാത്രം നടക്കുന്ന സെൽ ഡിവിഷനാണ് മിയോസിസ് എന്ന് പറയുന്നത്. മിയോസിസ് 2 സ്റ്റെപ്പുകളിലൂടെയാണ് നടക്കുന്നത്. മിയോസിസ് ഫസ്റ്റ് ഉണ്ട്, മിയോസിസ് സെക്കൻഡ് ഉണ്ട്. ഇവിടെ ഹ്യൂമൻ ഫീമെയിൽ മിയോസിസ് സെക്കൻഡ് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യത്തില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബർത്തിൽ മിയോസിസ് സെക്കൻഡ് നടക്കത്തില്ല. മിയോസിസ് ഫസ്റ്റ് പോലും ഒരു സമയത്ത് നടക്കത്തില്ല. പ്യൂബർട്ടിയിലേക്ക് എത്തുമ്പോൾ പ്രൈമറി ഫോളിക്കിൾ ഗ്രാഫിൻ ഫോളിക്കിൾ ആയിട്ട് മാറുന്നു. എഗ്ഗിനെ റിലീസ് ചെയ്യുന്നു. പക്ഷെ എഗ്ഗിനെ അല്ല റിലീസ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, റിലീസ് ചെയ്യുന്നത് സെക്കൻഡറി യൂസേജിനെയാണ് റിലീസ് ചെയ്യുന്നത്. ഫലോപ്പിയൻ ട്യൂബിലേക്ക് റിലീസ് ചെയ്യുന്നത് സെക്കൻഡറി യൂസേജിനെയാണ്. സെക്കൻഡറി യൂസേജിനാണ് റിലീസ് ചെയ്യുന്നത്. അതായത് പ്രൈമറി യൂസേജ് മിയോസിസ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡറി യൂസേജ് ആയിട്ട് മാറും. ഈ സെക്കൻഡറി യൂസേജിനെ റിലീസ് ചെയ്യുന്നു. ഈ സെക്കൻഡറി യൂസേജ് മിയോസിസ് കംപ്ലീറ്റ് ചെയ്യത്തില്ല സാധാരണ. എപ്പോഴാണ് മിയോസിസ് സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് വെച്ചാൽ സ്പെർമിന്റെ ഹെഡ് റീജിയനിൽ കാണപ്പെടുന്ന കാപ്പിലേക്കസ് സ്ട്രക്ചറാണ് അക്രോസോം എന്ന് പറയുന്നത്. ഈ അക്രോസോം വന്ന് സോണാ പെരിസിഡ ലെവൽ ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ അത് മിയോസിസ് സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അക്രോസോമിന്റെ ജോലി തന്നെ എന്താ വെച്ചാൽ എൻസൈംസ് പ്രസന്റ് അക്രോസോം ടു ഫെർട്ടിലൈസ് ദ എഗ്. അക്രോസോമിൽ കാണപ്പെടുന്ന എൻസൈമുകൾ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അക്രോസോമിന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഈ മിയോസിസ് സെക്കൻഡ് കംപ്ലീറ്റ് ആവത്തില്ല. ഫെർട്ടിലൈസേഷൻ സംഭവിച്ചെങ്കിൽ മാത്രമേ മിയോസിസ് സെക്കൻഡ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. മിയോസിസ് സെക്കൻഡ് കംപ്ലീറ്റ് ആണ് സ്പെർമിന്റെ അക്രോസോം വന്നിട്ട് സെക്കൻഡറി യൂസേജിൽ കാണപ്പെടുന്ന പ്രൊട്ടക്റ്റീവ് ലെയറിനെ വിളിക്കുന്നവരാണ്. സെക്കൻഡറി യൂസേജിന്റെ പ്രൊട്ടക്റ്റീവ് ലെയറിനെ വിളിക്കുന്നവരാണ് സോണാ പെരിസിഡ എന്നാണ് പറയുന്നത്. സോണാ പെരിസിഡ ലെവൽ ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഫെർട്ടിലൈസേഷൻ സംഭവിക്കത്തുള്ളൂ. ഫെർട്ടിലൈസേഷൻ മിയോസിസ് സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഫെർട്ടിലൈസേഷൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. എന്റെ 7th ക്വസ്റ്റ്യൻ, the first movement of the fetus and appearance of hair on its head are usually observed during which month of the pregnancy? അതായത് ഫീറ്റസിന്റെ ഫസ്റ്റ് മൂവ്മെന്റ് അതേപോലെ തന്നെ തലയിൽ മുടി ഉണ്ടായിരുന്നു ഏത് മാസത്തിലാണ് പ്രഗ്നൻസിയുടെ എംബ്രിയോണിക് ഡെവലപ്മെന്റില് ഏത് സമയത്താണെന്ന് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 3 ട്രൈമിൻസ്റ്റർ ആണുള്ളത്.
ഒരു ട്രൈമസ്റ്റർ എന്ന് വെച്ചാൽ 3 മാസമാണ്, അതായത് 12 ആഴ്ചകളാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മന്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഹാർട്ട് ഡെവലപ്പ് ചെയ്യും, സെക്കൻഡ് മന്തിൽ ലിംസും ഡിജിറ്റ്സും, മൂന്നാമത്തെ മാസം മോസ്റ്റ് ഓഫ് ദ ഓർഗൻ സിസ്റ്റം ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ, പിന്നെ ഫോർത്ത് മന്തിന്റെ കാര്യം പറയുന്നില്ല. ദ ഫിഫ്ത്ത് മന്ത് ഓഫ് ദ പ്രഗ്നൻസി, the first movement of the baby is observed in the fifth month of the pregnancy. ആ ഫിഫ്ത്ത് മന്തിൽ തന്നെയാണ് ഹെയർസ് ഉണ്ടാകുകയും ചെയ്യുന്നത്. സിക്സ്ത് മന്തിൽ ഐലിഡ് സെപ്പറേറ്റ് ചെയ്യും, ഐലാഷസ് ഫോം ചെയ്യും, അതേപോലെ തന്നെ ബോഡിയിൽ ശരീരം മൊത്തം ഫൈൻ ഹെയർ ചെറിയ രോഗങ്ങൾ ഉണ്ടാകുക. ഈ ആൻസർ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഫിഫ്ത്ത് മന്ത് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂറിറ്റർ ആക്ട് ആസ് യൂറിനോജനേറ്റൽ ഡക്റ്റ്. ആരിലാണ് യൂറിറ്റർ യൂറിനോജനേറ്റൽ ഡക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഒന്ന് ഫ്രോഗ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ, ഫ്രോഗിലെ മെയിലിലും ഫീമെയിലും, ഫ്രോഗ്സ് മെയിൽ, ഫ്രോഗ്സിലെ മെയിലിൽ മാത്രം, ഹ്യൂമൻ മെയിൽ, ഹ്യൂമൻ ഫീമെയിൽ. അപ്പോൾ എന്താ നമുക്കറിയാം, ഹ്യൂമൻ ഫീമെയിൽ അല്ല എന്നാലും നമുക്ക് ആദ്യം പറയാമല്ലോ. ഇനി അടുത്ത നമ്മളുടെ ഹ്യൂമൻ മെയിലാണ്. ഹ്യൂമൻ മെയിലില് യുറീറ്റർ എന്ന് പറയുന്നതല്ല, യുറീത്രയാണ് യൂറിനോജനേറ്റൽ ആക്ട്, യൂറിനോജനേറ്റൽ ഡക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. യുറീത്ര എന്ന ഈ പറയുന്നത് തന്നെ എന്താണ് യുറീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് കിഡ്നിയിൽ നിന്നും യൂറിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ട്യൂബുകളെ വിളിക്കുന്ന പേരാണ് യുറീറ്റർ എന്ന് പറയുന്നത്. കിഡ്നി ആണെങ്കിൽ ഈ കിഡ്നിയിൽ നിന്നും യൂറിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു ട്യൂബിനെ വിളിക്കുന്ന പേരാണ് യുറീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ യൂറിനോജനേറ്റൽ ഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരേ ട്യൂബിൽ കൂടെ തന്നെ യൂറിനും പോകുന്നു, അതേ ട്യൂബിൽ കൂടെ തന്നെ ഗമീറ്റുകളും പോകും. അതാണ് യൂറിനോജനേറ്റൽ ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യുറീറ്റർ യൂറിനോജനേറ്റൽ ഡക്റ്റ് ആയിട്ട് ഹ്യൂമൻ ബെയിനിൽ ആക്ട് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. യുറീറ്റർ ഒരിക്കലും നമ്മുടെ ഹ്യൂമൻ ബെയിനിൽ യൂറിനോജനേറ്റൽ ഡക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. നമ്മൾ പറയാം യുറീറ്റർ എന്ന് പറയുന്നത് കിഡ്നിയിൽ നിന്ന് യൂറിനെ പുറത്തേക്കുള്ള ഡക്റ്റ് ആണ് യുറീറ്റർ എന്ന് പറയുന്നത്. ഹ്യൂമൻ ബെയിനിൽ യുറീത്രയാണ് യൂറിനോജനേറ്റൽ ഡക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഒന്ന് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്നോ അല്ലെങ്കിൽ യൂറിനോജനേറ്റൽ ഡക്റ്റ് എന്നോ പറയും. നമ്മൾ അന്ന് നേരത്തെ പറഞ്ഞ അക്സസറി ഡക്റ്റിന്റെ കാര്യങ്ങളോ, റൈറ്റ് ഇൻറ്റസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡമസ്, വാസ് ബിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ് ഓർ യൂറിനോജനേറ്റൽ ഡക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫ്രോഗ്സ് മെയിലാണ്. ഫ്രോഗിലെ മെയിലിൽ മാത്രമായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഫീമെയിലിൽ അങ്ങനല്ല. ഫീമെയിലിൽ യൂറിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടും എക്കിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടും, എക്കിനെ പുറത്തേക്ക് ഓവി ഡക്റ്റ് ഉണ്ട്, യൂറിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ യൂറീറ്ററും ഉണ്ട്. ആൻസർ എന്ന് പറയുന്നത് ഫ്രോഗ്സ് മെയിലാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്രോഗ്സ് മെയിലാണ് ആൻസർ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന്റെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. അബൌട്ട് വിച്ച് ഡേ ഇൻ എ നോർമൽ ഫീമെയിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഡസ് ദ റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH നോർമലി ഓക്കർ? അതായത് LH സർജ് നടക്കുന്ന ഏത് ദിവസമാണെന്നാണ് ചോദിക്കുന്നത്. LH സർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LHന്റെ FSന്റെ സെക്രീഷൻ അതിന്റെ പീക്ക് ലെവലിലാവുന്ന മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ഏത് ദിവസമാണെന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മെൻസ്ട്രുവൽ സൈക്കിൾ ആകെ 28 ഡേയ്സ് ആണുള്ളത്. അതിൽ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 14ാമത്തെ ദിവസമാണ് ഓവുലേറ്ററി ഫേസ്. 4 ഫേസ് ആണ് മെൻസ്ട്രുവൽ സൈക്കിൾ ഉള്ളത്. മെൻസ്ട്രുവൽ ഫേസ്, ഫോളിക്കുലർ ഫേസ്, ഓവുലേറ്ററി ഫേസ് ആൻഡ് ലൂട്ടിയൽ ഫേസ്. അതിൽ മെൻസ്ട്രുവൽ ഫേസ് എന്ന് പറയുന്നത് 3 to 5 ഡേയ്സ്, 3 മുതൽ 5 ദിവസം വരെ നീണ്ടിരിക്കുന്ന ഫേസ് ആണ് മെൻസ്ട്രുവൽ ഫേസ് എന്ന് പറയുന്നത്. പിന്നീട് 5 മുതൽ 13ാമത്തെ ദിവസം വരെ നീണ്ടിരിക്കുന്ന രണ്ടാമത്തെ ഫേസ് ആണ് ഫോളിക്കുലർ ഫേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് കോൾഡ് പ്രോലിഫറേറ്റീവ് ഫേസ്. ഇതിനെ പ്രോലിഫറേറ്റീവ് ഫേസ് കൂടെ അറിയപ്പെടുന്നുണ്ട്. അത് അടുത്ത പ്രൈമറി ഫോളിക്കിൾസ് ഗ്രാഫിൻ ഫോളിക്കിളായി മാറി വരാനായിട്ടുള്ള സമയം പറയും. പിന്നീട് 14ാമത്തെ ദിവസമാണ് 14th ഡേയിലാണ് നമ്മൾ ഓവുലേറ്ററി ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓവുലേറ്ററി ഫേസിന്റെ ഓവുലേഷൻ സംഭവിക്കുന്ന ദിവസമാണ്. ഗ്രാഫിൻ ഫോളിക്കിൾ റപ്ചറിൽ എഗ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 14th ഡേ ആയിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അതായത് 5th ഡേ എന്ന് പറയുന്നത് അത് മെൻസ്ട്രുവൽ ഫേസ് ആണ്, 11th ഡേ ഫോളിക്കുലർ ഫേസ് ആണ്, 14th ഡേ ആണ് സാധാരണ ടിപ്പിക്കൽ മെൻസ്ട്രുവൽ സൈക്കിൾ പറയുമ്പോൾ 14th ഡേ ആണ് LH സർജ് എന്ന് പറയുന്നത്. Okay. The last question. Which of the following conditions of the zygotic cell would lead to the birth of normal human female child? അതായത് സൈഗോട്ടിക് സെൽസിൽ കാണപ്പെടുന്ന സെക്സ് ക്രോമസോമുകളെ കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത്. സാധാരണ ഒരു പെൺകുട്ടി ജനിക്കാൻ കാരണമായിട്ടുള്ള സൈഗോട്ടിൽ ഉള്ള സെക്സ് ക്രോമസോംസിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും? ഓക്കെ, പറയുന്നത് only 1 X chromosome, 1 X and 1 Y chromosome, 2 X chromosome, only 1 Y chromosome. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത് ഇവിടെ സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ ഹ്യൂമൻ ബീങ്സിൽ മെയിൽ ഹെറ്ററോഗമേറ്റി ആണ്. മെയിൽ ഹെറ്ററോഗമേറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ആയിരിക്കും സെക്സ് തീരുമാനിക്കുന്നത്. ദാറ്റ് മീൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്സ് ക്രോമസോംസ് ആർ പ്രസന്റ് ഇൻ മെയിൽ. ഹ്യൂമൻ മെയിലായിരിക്കും ഡിഫറെന്റ് ടൈപ്പ് സെക്സ് ക്രോമസോമുകൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻസിൽ മെയിൽ ഹെറ്ററോഗമേറ്റി ആണുള്ളത്. അപ്പോൾ മെയിലും ഫീമെയിലും 46 ക്രോമസോംസ് ഉണ്ട്. ഇത് മെയിൽ ഫീമെയിൽ രണ്ടുപേരും 46 ക്രോമസോംസ് ആണ്. 46 ക്രോമസോംസ് ഉണ്ട്. ഇതിൽ 44 ഓട്ടോസോംസ്. മെയിലാകുമ്പോൾ XY നമ്മൾ മെയിൽ ഹെറ്ററോഗമേറ്റിക് ആണ്. ഓൺ ഡിഫറെന്റ് ടൈപ്സ് ക്രോമസോം ആണ്. ഫീമെയിൽ പ്രൊഡ്യൂസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് എഗ് വിത്ത് X ക്രോമസോം. ഫീമെയിൽ ഒരു ടൈപ്പ് ഗമേറ്റുകൾ മാത്രമുള്ള X ക്രോമസോം മാത്രമേ കാണത്തുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 44 ഓട്ടോസോമെ പ്ലസ് XX. അപ്പോൾ ഹെറ്ററോഗമേറ്റിക് ആയിരിക്കും മെയില്, ഫീമെയിൽ എന്ന് പറയുന്ന ഹോമോഗമേറ്റിക് ആയിരിക്കും. ഇനി അത് ഗമേറ്റുകൾ ഉണ്ടാകുമ്പോൾ 44 ഓട്ടോസോമെ പ്ലസ് X, 44 ഓട്ടോസോമെ പ്ലസ് Y. അപ്പുറത്താകുമ്പോൾ 44 ഓട്ടോസോമെ പ്ലസ് X മാത്രമേ വരത്തുള്ളൂ. യൂസ് ചെയ്യുന്നു. സോറി, ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. 44 അല്ല ഗമേറ്റുകൾ ഫോം ചെയ്യുമ്പോൾ നേരെ പകുതി വരുന്നത് 22 ഓട്ടോസോമെ പ്ലസ് X, 22 ഓട്ടോസോമെ പ്ലസ് Y. ഇവിടെ 22 ഓട്ടോസോമെ പ്ലസ് X. 44 ഓട്ടോസോമെ പ്ലസ് XX ഇത് ഫീമെയിൽ ചൈൽഡ് ആയിരിക്കും. Then 44 ഓട്ടോസോംസ് പ്ലസ് XY ഇത് മെയിൽ ആയിരിക്കും. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സെക്സ് ജനറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അല്ലാതെ പറയുകയാണെങ്കിൽ ഒരൊറ്റ ടൈപ്പിലുള്ള എഗ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ആ X ക്രോമസോമിന്റെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പേംസ് രണ്ട് തരത്തിലുള്ള സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പകുതി സ്പേംസ് 50% Xോട് കൂടിയ സ്പേം പ്രൊഡ്യൂസ് ചെയ്യും, ബാക്കി 50% Yയോട് കൂടിയ സ്പേം ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോഴാണെങ്കിൽ ഇപ്പോൾ എല്ലാ എഗ്ഗിനകത്ത് X ക്രോമസോം ആണുള്ളത്. X ക്രോമസോമിനെ കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേര് ഹെൻഗിൻ എന്നാണ്. ഹെൻഗിൻ ഗ്രാസ് ഹോപ്പറിലാണ് X ക്രോമസോമിനെ കണ്ടെത്തിയത്. രണ്ട് ടൈപ്പുള്ള സ്പേംസ് ഉണ്ട്. പകുതി സ്പേംസ് X ക്രോമസോമോട് കൂടിയായിരിക്കും. 100 സ്പേം ഉണ്ടാവുകയാണെങ്കിൽ 50 സ്പേം X ക്രോമസോമോട് കൂടിയും 50 സ്പേം Y ക്രോമസോമോട് കൂടിയായിരിക്കും. ഇതിൽ ഏതൊരു സ്പേമാണ് റിപ്പോർട്ട് ഫ്യൂസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന കുഞ്ഞ് ആണാണോ പെൺകുട്ടിയാണോ തീരുമാനിക്കുന്നത്. ഇപ്പോൾ X ഉള്ള സ്പേം ആണെങ്കിൽ X ഇത് ഫീമെയിൽ ചൈൽഡ് ആയിരിക്കും. ഇത് ഫോം ചെയ്ത് സൈഗോട്ട് ഉണ്ടായി. ഇവിടെയാണെങ്കിൽ XY ഇത് മെയിൽ ആയിരിക്കും, ആൺകുട്ടിയായിരിക്കും. ഇത് ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ദ സൈഗോട്ടിക് സെൽ വുഡ് ലീഡ് ടു ദ ബർത്ത് ഓഫ് എ നോർമൽ ഫീമെയിൽ ചൈൽഡ്. ഫീമെയിൽ ചൈൽഡിലെ സൈഗോട്ടിൽ എങ്ങനെയായിരിക്കും? സൈഗോട്ടിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ എപ്പോഴും എഗ്ഗിനകത്ത് X മാത്രമേ ഉള്ളൂ. ഫീമെയിൽ ചൈൽഡ് ആണെങ്കിൽ X ഉള്ള സ്പേം ആയിരിക്കണം ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൈഗോട്ടിനകത്ത് വരുന്നത് X ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് only 1 X ക്രോമസോം അല്ല. 1 X ക്രോമസോം ആൻഡ് 1 Y ക്രോമസോം മെയിലാണ്. 2 X ക്രോമസോംസ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോളൂ. സെമിനൽ പ്ലാസ്മ ഇൻ ഹ്യൂമൻ മെയിൽസ് ഈസ് റിച്ച് ഇൻ. അതായത് ഹ്യൂമൻ മെയിലിലെ സെമിനൽ പ്ലാസ്മയിലെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് പറയാം. നമുക്കറിയാം ദ കോമൺ സെക്രീഷൻ ഓഫ് സെമിനൽ വെസിക്കിൾ ആൻഡ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഈസ് കോൾഡ് സെമിനൽ പ്ലാസ്മ. മെയിൽ അക്സസറി ഗ്ലാൻഡ് ആയിട്ടുള്ള സെമിനൽ വെസിക്കിളിന്റെയും പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിന്റെയും കോമൺ സെക്രീഷനെ വിളിക്കുന്നവരാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞത് ഇറ്റ് ഈസ് റിച്ച് ഇൻ കാൽഷ്യം, ഫ്രക്ടോസ് ആൻഡ് സർട്ടൺ എൻസൈംസ്. സെമിനൽ പ്ലാസ്മയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എന്ന് പറയുന്നത് ഒന്ന് കാൽഷ്യം ഉണ്ട്, അതേപോലെ തന്നെ ഫ്രക്ടോസ് ഉണ്ട്, ചില എൻസൈമുകളും ഉണ്ട്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത് സ്പേമിന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ കാൽഷ്യം, ഫ്രക്ടോസ് ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻസിനകത്ത് റൈബോസ് ആൻഡ് പൊട്ടാസ്യം അല്ല, ഫ്രക്ടോസ് ആൻഡ് കാൽഷ്യം, ഗ്ലൂക്കോസ് ആൻഡ് കാൽഷ്യം ഉണ്ട്. DNA ആൻഡ് ടെസ്റ്റോസ്റ്ററോൺ പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് കാൽഷ്യം ആൻഡ് ഫ്രക്ടോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് ആൻഡ് കാൽഷ്യം. ഈ പറഞ്ഞ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Hysterectomy is a surgical removal of mammary gland, uterus, prostate gland and vas deferens. നമുക്ക് എന്താ അറിയാം, ഓൾറെഡി നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്ത് നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് വാസക്ടമി എന്നാണ് പറയുന്നത്. ഹിസ്റ്ററോക്ടമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസ്. യൂട്രസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹിസ്റ്ററോക്ടമി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസ്. വളരെ സിമ്പിൾ, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഹിസ്റ്ററോക്ടമി എന്ന് പറയുന്നത്? യൂട്രസിനെ റിമൂവ് ചെയ്യുന്നതിനെ പറയുന്നവരാണ്. ഓക്കെ, അടുത്തത് അതായത്
ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസ് ആണ് ഹിസ്റ്ററക്ടമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെൻസ്ട്രൽ ഫ്ലോ occurred due to the lack of FSH, oxytocin, vasopressin and progesterone. അതായത് ഏത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം. സാധാരണ ഈ മെൻസ്ട്രൽ സൈക്കിളിന് 4 ഫേസ് ആണുള്ളത്. നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. മെൻസ്ട്രൽ ഫേസ് ഉണ്ടായിരുന്നു, menstrual phase, then follicular phase, ovulatory phase, and last one is the luteal phase. ഫസ്റ്റ് മെൻസ്ട്രൽ ഫേസ് ആണ്. 3 to 5 days ആണ് മെൻസ്ട്രൽ ഫേസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. എൻഡോമെട്രിയൽ ലൈനിങ്ങും എഗ്ഗും എല്ലാം കൂടെ റപ്ചർ ചെയ്ത് വജൈന വഴി റിലീസ് ചെയ്യും. ഇതാണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. ദെൻ ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഫോളിക്കിൾ പിന്നീട് വീണ്ടും പ്രൈമറി ഫോളിക്കിളിന് ഡെവലപ്മെൻറ്റ് സംഭവിച്ച് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറുന്നു. ഇതാണ് ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ആ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയാനായിട്ടുള്ള കാരണം ഈ യൂട്രസിൻ്റെ നഷ്ടപ്പെട്ടു പോയ എൻഡോമെട്രിയൽ ലൈനിൽ വീണ്ടും റീജനറേഷൻ സംഭവിക്കും, വീണ്ടും പുതുതായിട്ട് ഉണ്ടായി വരികയൊക്കെ ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് ദ ഓവുലേറ്ററി ഫേസ്. അത് സംഭവിക്കുന്നത് 14th ഡേയിലാണ്. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് ഈ എഗ്ഗിനെ റിലീസ് ചെയ്യുന്നു. ഓവുലേഷൻ സംഭവിക്കുന്ന ഫേസാണ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ദെൻ ദ റപ്ചേർഡ് ഫോളിക്കിൾ ഈസ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. ഈ പൊട്ടിപ്പോയ ഫോളിക്കിളിനെ വിളിക്കുന്നവരാണ് കോർപ്പസ് ലൂട്ടിയം. ഇത് 5 മുതൽ 13ാമത്തെ ദിവസം വരെ ഫോളിക്കുലർ ഫേസ്, 14ാമത്തെ ദിവസം ഓവുലേറ്ററി ഫേസ്, ബാക്കിയുള്ള 14 ദിവസവും ലൂട്ടിയൽ ഫേസ് ആയിരിക്കും. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് സെക്രട്ടറി ഫേസ്. ഈ ലൂട്ടിയൽ ഫേസിന് അറിയപ്പെടുന്ന മറ്റൊരു പേര് സെക്രട്ടറി ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ റപ്ചറായിട്ടുള്ള ഫോളിക്കിളിനെ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയാം. ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. പ്രൊജസ്ട്രോൺ ഈസ് അതർവൈസ് കോൾഡ് പ്രഗ്നൻസി ഹോർമോൺ. പ്രൊജസ്ട്രോണിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് പ്രഗ്നൻസി ഹോർമോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ എഗ്ഗിനെയും അതേപോലെ തന്നെ യൂട്രൈൻ എൻഡോമെട്രിയത്തെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് പ്രൊജസ്ട്രോണാണ്. ഓരോ ദിവസം കഴിയും തോറും കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് വന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് പ്രൊജസ്ട്രോണിന്റെ സെക്രീഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. 14 ദിവസം, ബാക്കിയുള്ള 14 ദിവസം കൂടെ തീരുമ്പോൾ തന്നെ കോർപ്പസ് ലൂട്ടിയം പൂർണ്ണമായിട്ടും ഡീജനറേറ്റ് ചെയ്യും, പ്രൊജസ്ട്രോണിന്റെ സെക്രീഷൻ ഇല്ലാതാവുകയും ചെയ്യും. ഇതാണ് അടുത്ത മെൻസ്ട്രൽ സൈക്കിളിന് കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ദ മെൻസ്ട്രൽ ഫ്ലോ occurred due to the lack of ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ല. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എഗ്ഗ് ഡെവലപ്പ് ചെയ്ത് വരാൻ സഹായിക്കുന്ന ഹോർമോണും ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ബർത്ത് ഹോർമോൺ. ബർത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. മറ്റൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. ഓക്സിറ്റോസിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത്. ചൈൽഡ് ബർത്തിനെ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. അതായത് യൂട്രസിന്റെ ലെയറുകൾ കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ലെയർ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആയിരിക്കും. പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട അതിനകത്തൊരു കാര്യമുണ്ട്. നോർമൽ ഡെലിവറിക്ക് സഹായിക്കുന്ന യൂട്രസിന്റെ ലെയർ എന്ന് പറയുന്നത് മയോമെട്രിയം ആയിരിക്കും. കാരണം മയോമെട്രിയം നിർമ്മിച്ചിരിക്കുന്നതാണ് സ്മൂത്ത് മസിൽസ് കൊണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കോൺട്രാക്ഷൻ ഫലമായിട്ടായി നോർമൽ ഡെലിവറി സംഭവിക്കുന്നത്. ഈ മെൻസ്ട്രൽ സൈക്കിൾ സമയത്ത് സൈക്ലിക്കൽ ചേഞ്ച് സംഭവിക്കുന്ന ലെയർ എന്ന് പറയുന്നത് യൂട്രസിന്റെ എൻഡോമെട്രിയം ആയിരിക്കും. ദെൻ വാസോപ്രസിൻ. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ADH, ആന്റി ഡയൂറിറ്റീവ് ഹോർമോൺ വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല വാസോപ്രസിന്. വാസോപ്രസിന്റെ ജോലി എന്ന് പറയുന്നത് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ കിഡ്നി ട്യൂബിൾസ്. വൃക്കകളിൽ നിന്നും ജലത്തെ പുനരാഗിരണം ചെയ്യുക എന്ന ജോലിയാണ് വാസോപ്രസിനുള്ളത്. വാസോപ്രസിൻ ഡെഫിഷ്യൻസി ഉണ്ടായ രോഗമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ദെൻ ദ പ്രൊജസ്ട്രോൺ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അറിയാം, ഇതിനകത്ത് വരാത്ത കാര്യം പ്രൊജസ്ട്രോൺ ആണ്. പ്രൊജസ്ട്രോണിന്റെ ഡെഫിഷ്യൻസി കുറവുകൊണ്ടായിരിക്കും അടുത്ത മെൻസ്ട്രൽ സൈക്കിൾ സംഭവിക്കുന്നത്. എന്നാൽ ഫെർട്ടിലൈസേഷൻ സംഭവിക്കുകയാണെങ്കിൽ കോർപ്പസ് ലൂട്ടിയം പിന്നീട് ഗ്രോ ചെയ്യുകയും പ്രൊജസ്ട്രോണിന്റെ സെക്രേഷൻ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നീടുള്ള ജസ്റ്റേഷൻ പീരീഡിൽ ഓവുലേഷൻ ഉണ്ടാകത്തുമില്ല. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രൊജസ്ട്രോൺ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The secretory phase in the human menstrual cycle is also called. സെക്രട്ടറി ഫേസ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ലാസ്റ്റ് ഫേസ് ആണ്, ലൂട്ടിയൽ ഫേസ് ആണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ അല്ല. ഫോളിക്കുലാർ ഫേസ് ആൻഡ് ലാസ്റ്റ് ഫോർ അബൌട്ട് 30 days. അത് തീർച്ചയായിട്ടും ആൻസർ നമുക്കറിയാം. ലൂട്ടിയൽ ഫേസ് ആൻഡ് ലാസ്റ്റ് ഫോർ അബൌട്ട് 30 days. ലൂട്ടിയൽ ഫേസ് ലാസ്റ്റ് ഫോർ അബൌട്ട് 6 days. ഫോളിക്കുലാർ ഫേസ് ലാസ്റ്റിംഗ് ഫോർ അബൌട്ട് 6 days. അപ്പോൾ ഇവിടെ നമുക്കറിയാം ലൂട്ടിയൽ ഫേസ് ആണ്. സെക്രട്ടറി ഫേസിന്റെ മറ്റൊരു പേരാണ് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസുമായിട്ട് വന്ന 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഓപ്ഷൻ ബിയും വരുന്നുണ്ട്, ഓപ്ഷൻ സിയും വരുന്നുണ്ട്. ഇതിനകത്ത് ദിവസത്തിന്റെ കാര്യത്തിൽ മാത്രമേ പ്രശ്നം ഉണ്ടാകുന്ന പറയുന്നത്. ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞാൽ ലൂട്ടിയൽ ഫേസ്
ആൻഡ് ലാസ്റ്റ് ഫോർ അബൌട്ട് 30 days, 13 ദിവസം നീണ്ടിരിക്കുന്നു. ലൂട്ടിയൽ ഫേസ് ആൻഡ് ലാസ്റ്റ് ഫോർ അബൌട്ട് 6 days. അപ്പോൾ കൃത്യമുള്ള ആൻസർ എന്ന് പറയുന്നത് 14ാമത്തെ ദിവസം മുതൽ ബാക്കിയുള്ള ദിവസം മൊത്തം ലൂട്ടിയൽ ഫേസ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, ലൂട്ടിയൽ ഫേസ് ആൻഡ് ലാസ്റ്റ് ഫോർ അബൌട്ട് 30 days. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിഗ്നൽ ഫോർ പാച്ചുറേഷൻ ഒറിജിനേറ്റഡ് ഫ്രം. പാച്ചുറേഷൻ എന്ന് വെച്ചാൽ ചൈൽഡ് ബർത്തിനെ, ഡെലിവറിയെ പറയുന്ന മറ്റൊരു പേരാണ് പാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇതിനുള്ള സിഗ്നൽസ് എവിടെ നിന്നാണ് ആദ്യമായിട്ട് തുടങ്ങുന്നതെന്ന് പറയാം. ഫസ്റ്റ് ഓപ്ഷൻ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ഉള്ളി, പൂർണ്ണമായിട്ട് ഡെവലപ്പ് ആയ ഫീറ്റസിൽ നിന്ന് മാത്രം. ദെൻ ബോത്ത് പ്ലാസൻഡ ആസ് വെൽ ആസ് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ്. ഓക്സിറ്റോസിൻ റിലീസ്ഡ് ഫ്രം ദ മെറ്റേണൽ പിറ്റ്യൂട്ടറി. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ പ്ലാസൻഡ ഉള്ളി. അതായത് ജസ്റ്റേഷൻ പീരീഡ് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസും അതേപോലെ തന്നെ പ്ലാസൻഡയും കൂടി റിഫ്ലെക്സ് പുറപ്പെടും. ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ആൻഡ് പ്ലാസൻഡ ഇവർ രണ്ടുകൂടി ഒരുമിച്ചാണ് റിഫ്ലെക്സ് പുറപ്പെടുപ്പിക്കുന്നത്. ഈ റിഫ്ലെക്സിനെ വിളിക്കുന്ന പേരാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയും. നമ്മൾ സാധാരണ കുട്ടികളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് മാത്രമാണ് ഈ റിഫ്ലെക്സിന് കാരണമെന്ന്. അങ്ങനല്ല, ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ആൻഡ് പ്ലാസൻഡ ഇവർ രണ്ടുപേരും കൂടെ ഒറിജിനേറ്റ് ചെയ്യുന്ന ആ റിഫ്ലെക്സിനെ, അതായത് ഈ രണ്ടുപേരുടെ റിഫ്ലെക്സ് ആക്ഷൻ തുടങ്ങുന്നത്, ഈ റിഫ്ലെക്സിനെ വിളിക്കുന്ന പേരാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയും. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ഈ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സിന്റെ ഫലമായിട്ട് ആന്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റഡ് ആവുകയും ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ബർത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്, അതായത് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസും പ്ലാസന്റയും കൂടെ ഫസ്റ്റ് റിഫ്ലെക്സ് പുറപ്പെടുവിക്കും. ആ റിഫ്ലെക്സിനെ പറയുന്നവരാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ഇറ്റ് ഇസ് സ്റ്റിമുലേറ്റ് ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് റിലീസ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന യൂട്രൈൻ കോൺട്രാക്ഷന് കാരണമാകും. യൂട്രൈൻ കോൺട്രാക്ഷൻ കാരണം പിന്നീട് ഓക്സിറ്റോസിന്റെ പ്രൊഡക്ഷൻ കൂടും, വൈൽഡ് കോൺട്രാക്ഷൻസ് ഉണ്ടാവും. ഇതിന്റെ ഫലമായിട്ടാണ് ചൈൽഡ് ബർത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് മാത്രമല്ല, ബോത്ത് പ്ലാസൻഡ ആസ് വെൽ ആസ് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്പേം ഫോർമേഷൻ? സ്പേം ഫോർമേഷന്റെ കറക്റ്റ് സീക്വൻസ് നമുക്കറിയാം. എങ്ങനെയാണ് കറക്റ്റ് സീക്വൻസ്? ആദ്യം നമുക്കൊന്ന് എഴുതി നോക്കാം. സ്പെർമറ്റോഗോണിയ, മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ. സ്പെർമറ്റോഗോണിയയിൽ നിന്നും പ്രൈമറി സ്പെർമറ്റോസൈറ്റ്, പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്നും സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്, then spermatid, and last one is the sperm. Spermatogonia, primary spermatocyte, secondary spermatocyte, spermatid, sperm. ഇതാണ് കറക്റ്റ് ഓർഡർ. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് സ്പെർമറ്റോഗോണിയ, സ്പെർമറ്റോസൈറ്റ്, സ്പെർമറ്റോസോവ, സ്പെർമാറ്റിഡ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസിനകത്ത് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിന് സെപ്പറേറ്റ് ഓപ്ഷൻ ഇല്ല, സ്പെർമറ്റോസൈറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് പ്രൈമറി സ്പെർമറ്റോസൈറ്റിനെയും സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിനെയും കൂടെ ഒരുമിച്ച് നമുക്ക് സ്പെർമാറ്റോസൈറ്റ് എന്നൊരു ഓപ്ഷൻ മാത്രമാക്കാം, സ്പെർമാറ്റോസൈറ്റ്. അപ്പോൾ ഇനി ഈ ഒരു ഓപ്ഷൻ നോക്കിയാൽ മതി, സ്പെർമറ്റോഗോണിയ, സ്പെർമറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പേം. സ്പെർമറ്റോഗോണിയ, സ്പെർമറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പേം. സ്പേം അല്ലെങ്കിൽ സ്പെർമറ്റോസോവ. ഈ ഒരു ഓപ്ഷൻ വരുന്നത് നമുക്കറിയാം, സ്പെർമറ്റോഗോണിയ, സ്പെർമറ്റോസൈറ്റ്, അത് പ്രൈമറി സെക്കൻഡറി സെപ്പറേറ്റ് ഇല്ല, സ്പെർമാറ്റിഡ്, സ്പേം. അതാണ്ടേ സ്പെർമറ്റോഗോണിയ, സ്പെർമറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പേം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, നേരത്തെയുള്ള ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്, വേറെ രീതിയിൽ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് മമേലിയം കോർപ്പസ് ലൂട്ടിയം ഈസ് ടു പ്രൊഡ്യൂസ്. അതായത് മമേലിയം കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ആൻസർ വളരെ സിമ്പിൾ ആണ്, പ്രൊഡ്യൂസ് പ്രൊജസ്ട്രോൺ. ഈസ്ട്രോജനുള്ളിൽ പ്രൊജസ്ട്രോൺ, HCG, റിലാക്സിനുള്ളിൽ പറഞ്ഞിട്ട് HCG എന്ന് പറയുന്നത് ഈസ്ട്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒവേറിയൻ ഫോളിക്കിളാണ്.
കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. HCG എന്ന് പറയുന്ന പ്രഗ്നൻസി സ്റ്റേജിൽ പ്ലാസന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ HCG എന്ന് പറയുന്ന റിലാക്സിന് പ്ലാസന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ ആ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് ഡ്യൂറിംഗ് ഗമീറ്റോജെനിസിസ് ഈസ് നോർമലി ഡിപ്ലോയിഡ്? ഗമീറ്റോജെനിസിസ് സമയത്ത് ഡിപ്ലോയിഡ് ആയിട്ട് കാണപ്പെടുന്ന സെൽസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപ്ലോയിഡ് മീൻസ് 12 നമ്പർ ഓഫ് ക്രോമസോംസ്, ദാറ്റ് ഈസ് 46 ക്രോമസോംസ്, 46 ക്രോമസോമോട് കൂടിയ കണ്ടീഷൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡറി പോളർ ബോഡി, പ്രൈമറി പോളർ ബോഡി, സ്പെർമാറ്റിഡ്, സ്പെർമാറ്റോഗോണിയ. നമുക്കറിയാം പോളാർ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊജനിസിസ് സമയത്ത് ഊജനിസിസ് എന്ന് പറയുന്ന ഒരു അൺഈക്വൽ ഡിവിഷനാണ്. അതായത് ഒരു എഗ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൈമറി യൂസൈറ്റ് ആണെങ്കിൽ ഇതൊരു പ്രൈമറി യൂസൈറ്റ് ആണെന്ന് ഇരുന്നോട്ടെ. പ്രൈമറി യൂസൈറ്റ് ഡിവൈഡ് ചെയ്ത് സെക്കൻഡറി യൂസൈറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സെക്കൻഡറി യൂസൈറ്റും ഒരു ടൈനി സെല്ലും ഫോം ചെയ്യും. ഈ ടൈനി സെല്ലിനെ വിളിക്കുന്ന പേരാണ് പോളാർ ബോഡി എന്ന് പറയുന്നത്. ഊജനിസിസ് എന്ന് പറയുന്ന ഒരു അൺഈക്വൽ ഡിവിഷനാണ്. അൺഈക്വൽ ഡിവിഷൻ ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു മാസം ആകെ ഒരു എഗ്ഗ് മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന എഗ്ഗിന് ഇഷ്ടംപോലെ ന്യൂട്രിയൻറ്റ് റിച്ച് സൈറ്റോപ്ലാസം ഉണ്ടാവണം. അപ്പോൾ ഈ വലിപ്പം കുറഞ്ഞ ഈ സെൽസിനെ വിളിക്കുന്ന പേരാണ് പോളാർ ബോഡി എന്ന് പറയുന്നത്. സെക്കൻഡറി യൂസൈറ്റിനകത്താണ് പറയുന്നത് ക്രോമസോം സംഖ്യ n നമ്പർ ആയിരിക്കും, അതായത് 23 ആയിരിക്കും. പോളാർ ബോഡിന് 23 ക്രോമസോംസ് കാണും. പക്ഷേ ഈ പോളാർ ബോഡിക്ക് റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഇല്ല. വേണമെങ്കിൽ ഈ പോളാർ ബോഡി ഒന്നുകൂടി ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്ത് പോവുകയോ ചെയ്യും. എന്നിട്ട് ഈ സെക്കൻഡറി യൂസൈറ്റ് പിന്നീട് മിയോസിസ് സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇത് മിയോസിസ് സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യണതാണ് എഗ്ഗും പിന്നീട് അടുത്തൊരു പോളാർ ബോഡി ഉണ്ടാവും. അപ്പോൾ സെക്കൻഡറി പോളാർ ബോഡിയിലും പ്രൈമറി പോളാർ ബോഡിയിലുമുള്ള ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും, അതായത് 23 ക്രോമസോംസ് ആയിരിക്കും. ദെൻ സ്പെർമാറ്റിഡ്, നമുക്കറിയാം സ്പെർമാറ്റോസോയിന് തൊട്ട് മുമ്പ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ മിയോസിസ് ഫസ്റ്റ് സംഭവിച്ചുണ്ടാകുന്ന കാര്യമാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് സെക്കൻഡ് സംഭവിച്ചതിന് ശേഷമാണ് സ്പെർമാറ്റിഡ് ഉണ്ടാകുന്നത്. സ്പെർമാറ്റിഡ് തന്നെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് 23 തന്നെയാണ്. സ്പെർമാറ്റിഡ് എന്നാണ് സ്പെർമായിട്ട് പറയുന്നത്. സ്പെർമാറ്റിഡ് പിന്നെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് സ്പെർമാറ്റേ ഉള്ളൂ. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ട് കാണപ്പെടുന്ന സ്പെർമാറ്റോഗോണിയ മാത്രമേ ഉള്ളൂ. മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയാണ് ഡിപ്ലോയിഡ് ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. എന്നാൽ 9th ക്വസ്റ്റ്യൻ, if for some reason the vasa efferentia in a human reproductive system get blocked, the gamete will not be transported from. അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മെയിൽ അക്സസറി ഡക്റ്റ് ആയിട്ടുള്ള വാസ എഫറൻഷ്യ ബ്ലോക്ക് ആവുകയാണെങ്കിൽ സ്പേം എങ്ങോട്ട് പോകില്ല, എവിടെ നിന്ന് എങ്ങോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ വജൈന ടു യൂട്രസ് അതൊരിക്കലും മെയിൽ റീപ്രൊഡ്യൂസറിന്റെ പാർട്ടേ അല്ല. അപ്പോൾ ആദ്യം നമുക്ക് അത് കട്ട് ചെയ്യാം. പിന്നെ ഓവറി ടു യൂട്രസ് അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. 2 ഓപ്ഷൻസ് ആണ് ഇതിന് സാധ്യതയുള്ളത്, ടെസ്റ്റിസ് ടു എപ്പിഡെമസ് ഓർ എപ്പിഡെമസ് ടു വാസ് ഡിഫറൻസ്. നോക്കുക, ടെസ്റ്റിസിനകത്തെ സെമിനിഫറസ് ട്യൂബ്യൂൾസിനുള്ളിൽ വെച്ച് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സ്പേം പുറത്തേക്ക് വരുന്ന ഇറഗുലർ ക്യാവിറ്റീസ് ഉണ്ട്. ഈ ഇറഗുലർ ക്യാവിറ്റീസിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ടെസ്റ്റിസ് എന്നാണ് പറയുന്നത്. റൈറ്റ് ടെസ്റ്റിസ് എന്നാണ് പറയുന്നത്. അടുത്ത ലോങ് ട്യൂബ്യൂൾസ് ഉണ്ട്. പിന്നീട് കാണപ്പെടുന്ന ഈ ലോങ് ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് വാസ എഫറൻഷ്യ. വാസ എഫറൻഷ്യ. Then a highly coiled structure is called epidermis. പിന്നീട് കാണപ്പെടുന്ന ഹൈലി കോൾഡ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എപ്പിഡെമസ്. ഓക്കെ, പിന്നീട് അടുത്ത മറ്റൊരു ട്യൂബ് കാണുന്നുണ്ട്. ഈ ട്യൂബിനെ വാസ് ഡിഫറൻസ് എന്ന് വിളിക്കാം. വാസ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ വാസ എഫറൻഷ്യ ആണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. വാസ എഫറൻഷ്യ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സ്പേം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകത്തില്ല. സ്പേം റൈറ്റ് ടെസ്റ്റിസിൽ നിന്നും എപ്പിഡെമിസിലേക്ക് പോകില്ല. അപ്പോഴാണെങ്കിൽ ഇവിടെ റൈറ്റ് ടെസ്റ്റിസ് കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് ടെസ്റ്റിസ് മാത്രമേ കൊടുത്തുള്ളൂ. ടെസ്റ്റിസ് ടു എപ്പിഡെമസ്. പിന്നെ 2 ഓപ്ഷൻ ഉണ്ട്, എപ്പിഡെമസ് ടു വാസ് ഡിഫറൻസ് വെച്ചാൽ എപ്പിഡെമസും വാസ് ഡിഫറൻസും ഇവിടെ യാതൊരു സാധ്യതയില്ല. അപ്പോൾ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. നമ്മളിവിടെ വാസ് ഡിഫറൻസ് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റിസിൽ നിന്നും എപ്പിഡെമസിലേക്ക് സ്പേം പോകത്തില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ടു എപ്പിഡെമസ്. ടെസ്റ്റിസിൽ നിന്ന് എപ്പിഡെമസിലേക്ക് സ്പേം പോകത്തില്ല, വാസ് ഡിഫറൻസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 10th ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെർട്ടോളി സെൽസ് ആർ ഫൗണ്ട് ഇൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് സെർട്ടോളി സെൽസ് കാണപ്പെടുന്നത്? നമുക്കറിയാം സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തുകൊണ്ട് 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഒന്ന് മെയിൽ ജേം സെൽസും സെർട്ടോളി സെൽസും.
മെയിൽ ജേം സെൽസ് ആണ് സ്പേമായിട്ട് മാറുന്നത്. ഈ സെർട്ടോൾ സെൽസ് അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ നരിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പാൻക്രിയാസ് ആൻഡ് സെക്രീറ്റ് CCK എന്തായാലും അല്ലല്ലോ. CCK മീൻസ് ഒരു എൻസൈമിന്റെ പേരാണ്, കോളിസിസ്റ്റോകൈൻ എന്ന് പറയുന്ന CCK. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓവറീസ് ആൻഡ് സെക്രീറ്റ് പ്രൊജസ്ട്രോൺ. അപ്പോൾ എന്തായാലും പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം നമുക്കറിയാം. അഡ്രീനൽ കോർട്ടക്സ് ആൻഡ് സെക്രീറ്റ് അഡ്രിനാലിൻ. അത് വൃക്കകളുടെ മുകളിൽ കാണപ്പെടുന്ന ഗ്ലാൻഡ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അഡ്രിനാലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അഡ്രിനാൽ എന്ന് പറയുന്നത് എമർജൻസി ഹോർമോൺസ് അല്ലെങ്കിൽ ഹോർമോൺസ് ഓർ ഫൈറ്റ് എന്ന് പറയും. തിരിച്ചടിക്കാനും പിന്തിരിഞ്ഞോടാനോ സഹായിക്കുന്ന ഹോർമോൺ അഡ്രിനാൽ എന്ന് പറയുന്നത്. സെമിനോറസ് ട്യൂബ്യൂൾസ് ആൻഡ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ജേം സെൽസ്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം ഓപ്ഷൻ ഡി ആണ്, സെമിനോറസ് ട്യൂബ്യൂൾസിലാണ് കാണപ്പെടുന്നത്. മെയിൽ ജേം സെൽസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനെ പ്രൊവൈഡ് ചെയ്യുകയായിരിക്കും നമ്മളുടെ സെർട്ടോൾ സെൽസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A childless couple can be assisted to have a child through the techniques called GIFT. The full form of this technique is, അതായത് എന്താണ് ഗിഫ്റ്റിന്റെ ഫുൾ ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗിഫ്റ്റ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിനകത്ത് വരുന്നതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്നാണ്. ഗ്യാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, അതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാർ നമ്മൾ ഏത് അവസ്ഥയിലാണ് ഗിഫ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫീമെയിലിൽ എഗ് പ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഇല്ല, എന്നാൽ ബാക്കിയുള്ള ഫെർട്ടിലൈസേഷനോ ഫർദർ എംബ്രിയോണിക് ഡെവലപ്മെന്റിനോ യാതൊരു കുഴപ്പമില്ലാത്ത ഒരാളാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഒരു ഡോണറിൽ നിന്ന് ഒരു എഗ്ഗിനെ കളക്ട് ചെയ്ത് അവരുടെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് വെക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഗിഫ്റ്റ് അത് നമ്മളിവിടെ ചോദിച്ചിട്ടേ ഇല്ല. ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഗിഫ്റ്റിന്റെ എന്താണ് ഫുൾ ഫോം എന്ന് മാത്രമേ ഉള്ളൂ. ഗിഫ്റ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗ്യാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്, ഗ്യാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is not a sexually transmitted disease? അതായത് താഴെ പറയുന്ന ഡിസീസുകളിൽ STD അല്ലാത്തത് ഏതാണ്? STD മീൻസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ദ ഡിസീസ് ദാറ്റ് ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ വരുന്ന രോഗങ്ങളാണ് STDs നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചില ഡിസീസുകൾ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ അല്ലാതെയും വരാം. ഇപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് എൻസെഫാലിറ്റിസ്, സിഫിലിസ്, എയ്ഡ്സ് ആൻഡ് ട്രൈക്കോമോണിയാസിസ്. ഇത് തന്നെ നമുക്കറിയാം സിഫിലിസ് എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു STD ആണ്. സിഫിലിസ് എന്ന് പറയുന്നത് ക്യൂറബിൾ ആയിട്ടുള്ള STD ആണ് സിഫിലിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ എയ്ഡ്സ് അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അല്ലെങ്കിൽ എയ്ഡ്സിന് കാരണമായുള്ള വൈറസ് ആണ് HIV വൈറസ് എന്ന് പറയുന്നത്. ഇത് റിട്രോ വൈറസ് ആണ്. HIV വൈറസ് എന്ന് പറയുന്നത് റിട്രോ വൈറസ് മീൻസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷന് കഴിവുള്ള വൈറസ് ആണ്. റിട്രോ വൈറസ് എന്ന അതിന് എക്സാമ്പിളാണ് എയ്ഡ്സിന് കാരണമായുള്ള HIV വൈറസ് എന്ന് പറയുന്നത്. ദെൻ ക്യൂറബിൾ ഡിസീസ് ആണ് ട്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്നത്. പിന്നെ എയ്ഡ്സിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എയ്ഡ്സ് ജനൈറ്റൽ ഓർഗൻസിനെ അല്ല അഫക്റ്റ് ചെയ്യുന്നത്, നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറയുകയായിരിക്കും ചെയ്യുന്നത്. HIV പ്രധാനപ്പെട്ട സിംറ്റം അതാണ്. ഇതിനകത്ത് STD അല്ലാതെ വരുന്നത് എൻസെഫാലിറ്റീസ് ആണ്. എൻസെഫാലിറ്റീസ് ചെയ്താൽ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രെയിൻ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ പറയുന്ന പേരാണ് എൻസെഫാലിറ്റീസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയയുടെയോ വൈറസിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ കൊണ്ട് ബ്രെയിനിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ നമുക്ക് എൻസെഫാലിറ്റീസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടാബ്ലറ്റ്സ് ടു പ്രിവെന്റ് ഫീമെയിൽ കോൺട്രാസെപ്ഷൻ കണ്ടെയ്ൻ, അതായത് കോൺട്രാസെപ്റ്റീവ് പിൽസ് ഗർഭനിരോധന ഗുളികകളിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒന്ന് പ്രൊജസ്ട്രോൺ, LH, FSH, ബോത്ത് B ആൻഡ് C. നമുക്കറിയാം ഒരു എഗ് ഡെവലപ്പ് വരാൻ സഹായിക്കുന്ന ഹോർമോണാണ് LH, FSH എന്ന് പറയുന്നത്. ലൂട്ടലൈസിങ് ഹോർമോൺ, അതുപോലെ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ ഒരിക്കലും അതൊരു കോൺട്രാസെപ്ഷന് വേണ്ടി അതിനകത്ത് ഉപയോഗിക്കത്തില്ല. കോൺട്രാസെപ്റ്റീവ് പിൽസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓപ്ഷനിൽ വരുന്നത് പ്രൊജസ്ട്രോണുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ A വരുന്നുണ്ട്. അപ്പോൾ ഈ ഫീമെയിൽ കോൺട്രാസെപ്റ്റീവ് പിൽസിനകത്തുള്ള പ്രധാനപ്പെട്ട ഹോർമോൺ എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which of the following cannot be detected in a developing fetus by amniocentesis? അതായത് താഴെ പറയുന്നതിൽ എന്ത് കാര്യങ്ങളാണ് നമുക്ക് അമിനിയോസെന്റസിലൂടെ കണ്ടെത്താൻ കഴിയാത്തത്? കുഞ്ഞിന്റെ സെറ്റ്സ് ഓഫ് ദ ബേബി, ഡൗൺ സിൻഡ്രോം, ജോണ്ടിസ്, ഓൺ ക്ലൈൻഫിൽറ്റർ സിൻഡ്രോം. അപ്പോൾ എന്താണ് അമിനിയോസെന്റസിസ്? എന്താണ് അമിനിയോസെന്റസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ early sex determination method based on the chromosomal pattern present in the amniotic fluid. അമ്യൂണിറ്റി ഫ്ലൂയിഡിനകത്തെ ക്രോമോസോമൽ പാറ്റേൺ മനസ്സിലാക്കി കുഞ്ഞ് മെയിലാണോ ഫീമെയിലാണോ എന്ന് കണ്ടെത്തുന്ന ടെസ്റ്റാണ് അമിനിയോസെന്റസിസ് എന്ന് പറയുന്നത്. ആക്ച്വലി അമിനിയോസെന്റസിന്റെ യൂസ് സെക്സ് ഡിറ്റർമിനേഷൻ അല്ല, കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് നമ്മൾ സാധാരണ അമിനിയോസെന്റസിലൂടെ ചെയ്യുന്നത്. എന്നാൽ ഇത് മിസ്യൂസ് ചെയ്യുകയാണ്, സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അമിനിയോ സെന്റേഴ്സ് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട് ടു അവോയ്ഡ് ഫീമെയിൽ ഫീറ്റസൈഡ്സ്. പെൺഭ്രൂണഹത്യകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമിനിയോ സെന്റേഴ്സ് ഇന്ത്യയിൽ ലീഗലായിട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. അതായത് വളർന്നു വരുന്ന ഈ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ അമിനിയോ സെന്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമിനിയോ സെന്റേഴ്സിൽ കുഞ്ഞിനെ ക്രോമസോം പാറ്റേൺ ടെസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ കുഞ്ഞിന് സെക്സ് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അതേപോലെ ഡൗൺ സിൻഡ്രോം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ക്രോമസോമൽ ഡിസോർഡർ ആണ്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ട്രൈസോമി ഇൻ 21st ക്രോമസോം, 21ാമത്തെ ജോഡി ക്രോമസോമിൽ ഒരു ക്രോമസോം കൂടുതൽ കാണപ്പെടും. അതായത് ആകെ 45 ഓട്ടോസോംസ് കാണും. ഇതാണ് ഡൗൺ സിൻഡ്രോം. ലാങ്ടൺ ഡൗണിലാണ് ആദ്യമായിട്ട് ഈ ഡിസീസ് കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത്. ദെൻ ജോണ്ടിസ് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം ഒരിക്കലും നമ്മളുടെ അമിനിയോ സെന്റേഴ്സിലൂടെ കണ്ടെത്താൻ കഴിയില്ല. ആൻഡ് ക്ലൈൻഫിൽട്രേറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ക്ലൈൻഫിൽട്രേറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് മെയിലിൽ ഉണ്ടാകുന്ന ജനറ്റിക് അബ്നോർമാലിറ്റിയാണ് ക്ലൈൻഫിൽട്രേറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. അഡീഷണൽ നമ്പർ ഓഫ് എക്സ് ക്രോമസോംസ് ഇൻ മെയിൽസ്, മെയിലിൽ ഒരു എക്സ് ക്രോമസോം കൂടി വരികയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 44+ XY. ഇതാണ് ക്ലൈൻഫിൽട്രേറ്റ് സിൻഡ്രത്തിന്റെ കാരിയർ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ജോണ്ടിസ് ആണ് അമിനിയോ സെന്റേഴ്സിലൂടെ കണ്ടെത്താൻ കഴിയാത്ത ജോണ്ടിസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഡിപ്പെൻഡ് അപ്പോൺ. അതായത് ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, ജനസംഖ്യാ വർധനവ് എന്തിനെയൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കും? ഒന്ന് ബർത്ത് റേറ്റ്, ജനനനിരക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഡെത്ത് റേറ്റ്, മരണനിരക്ക്. ഏജ്, സെക്സ് റേഷ്യോ. സെക്സ് റേഷ്യോ എന്ന് വെച്ചാൽ മെയിൽ ഫീമെയിലിന്റെ, എത്ര മെയിലിന് എത്ര ഫീമെയിൽ ഉണ്ട് എന്നൊക്കെ. നമ്മൾ സെക്സ് റേഷ്യോ കൂടിയ ഒരൊറ്റ ഇന്ത്യൻ സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ, കേരളമാണ്. ബാക്കി ഇപ്പോൾ നമ്മൾ 100 മെയിലിന് എത്ര ഫീമെയിൽ എന്ന രീതിയിലേക്കാണ് സെക്സ് റേഷ്യോ കണക്കാക്കുന്നത്. സാധാരണ ഈ കേരളത്തിൽ വെച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും സെക്സ് റേഷ്യോ കുറവാണ്, ഫീമെയിലിൻ്റെ എണ്ണം കുറവാണ്. ഓക്കെ, അപ്പോൾ സെക്സ് ഏറ്റവും അവസാനമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഓൾ ഓഫ് ദീസ്. അപ്പോൾ നമ്മൾ ഒരിടത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് കണക്കാക്കുകയാണെങ്കിൽ അവിടുത്തെ ഡെത്ത് റേറ്റും അതുപോലെ തന്നെ ബർത്ത് റേറ്റും സെക്സ് റേഷ്യോയും എല്ലാം കൂടെ ചേർത്തായിരിക്കും നമ്മൾ അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ? താഴെ പറഞ്ഞതിൽ നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ അല്ലാത്തത് ഏതാണ്? നമുക്കറിയാം 3 നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിളിലെ 10 മുതൽ 17ാമത്തെ ദിവസം വരെ സെക്ഷൽ ഇന്റർകോഴ്സ് അവോയ്ഡ് ചെയ്യുക. ദെൻ ദ വിഡ്രോവൽ മെത്തേഡ്. വിഡ്രോവൽ മെത്തേഡ് എന്ന് വെച്ചാൽ ഇൻസെമിനേഷൻ ഒരിക്കലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ നടക്കാതിരിക്കുക, അതിന് മെയിൽ പാർട്ട്ണർ വിഡ്രോ ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ദ ലാക്ടേഷൻ അമ്നിയോറിയ. ലാക്ടേഷൻ അമ്നിയോറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ടേഷൻ പീരീഡിൽ മെൻസ്ട്രൽ സൈക്കിൾ സംഭവിക്കില്ല. അതായത് ഡെലിവറിക്ക് ശേഷമുള്ള അടുത്ത 6 മാസം കൂടി ഓവുലേഷൻ സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നു കഴിഞ്ഞാലും പ്രഗ്നൻസി ഉണ്ടാവില്ല. എന്നിട്ട് അപ്പോൾ ഈ പീരിയോഡിക് അബ്സ്റ്റിനൻസ്, വിഡ്രോവൽ മെത്തേഡ് ആൻഡ് ലാക്ടേഷൻ അമ്നിയോറിയ, ഇത് 3 നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ തന്നെയാണ്. ഒരെണ്ണം തന്നെ വരുന്നുള്ളൂ, അത് കോണ്ടംസ് ആണ്. കോണ്ടംസ് എന്ന് പറയുന്നത് ബാരിയർ മെത്തേഡ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കോണ്ടംസ് ആണ് ആൻസർ. ബാക്കി 3 നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, MTB ഈസ് കൺസിഡർഡ് സേഫ് അപ് ടു ഹൗ മെനി വീക്സ് ഓഫ് പ്രഗ്നൻസി? അതായത് എത്ര ആഴ്ച വരെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി സേഫ് ആയിട്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വോളണ്ടറി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷനെ പറയുന്നവരാണ് MTB അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സേഫ് ആയിട്ട് MTB ചെയ്യാൻ കഴിയുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈമിനിസ്റ്റർ ആണ്. ഒരു ട്രൈമിനിസ്റ്റർ എന്ന് വെച്ചാൽ 3 മാസമാണ്. 3 മാസം എന്ന് വെച്ചാൽ 12 ആഴ്ചയാണ്, 12 വീക്കാണ്. അതിനുശേഷമുള്ള MTBs എല്ലാം ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇതിന് ആൻസർ 6 വീക്ക്, 8 വീക്ക്, 12 വീക്ക്, 18 വീക്ക്. അപ്പം എത്ര വരെ സേഫായിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ 12 ആഴ്ച വരെ ഇത് സേഫ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് അക്സെപ്റ്റഡ് മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ഇൻ ഇന്ത്യ അറ്റ് പ്രസന്റ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. IUDs ഉണ്ട്, സെർവിക്കൽ ക്യാപ്പ് ഉണ്ട്, ട്യൂബോക്ടമി ഉണ്ട്, ഡയഫ്രംസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന IUDs തന്നെയാണ്, അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് തന്നെയാണ്. നമ്മൾ ആരിലാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡെലിവറിക്ക് ശേഷം അടുത്തൊരു കുഞ്ഞുണ്ടായി ഇത്ര ഡ്യൂറേഷൻ വേണ്ട ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ IUDs പ്രിഫർ ചെയ്യുന്നത്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് പ്രിഫർ ചെയ്യുന്നത്. ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള നേഴ്സിന്റെ അല്ലെങ്കിൽ ഡോക്ടറിന്റെ സഹായത്തോടെ യൂട്രസിനുള്ളിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും IUDs അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകളിൽ ഒന്നാണ് IUDs എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറയുന്നത് IUDs ആണ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ്. ബാക്കി സെർവിക്കൽ ക്യാപ്പും ട്യൂബോക്ടമിക്ക് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, ഡയഫ്രംസ് ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് IUDs ആണ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. പല ഡ്യൂറേഷനുള്ള IUDs ലഭ്യമാണ്. 6 മാസത്തേക്കുള്ള, 1 വർഷം, 2 വർഷം, അങ്ങനെ 5 വർഷമൊക്കെയുള്ള ഡ്യൂറേഷനുള്ള IUDs ലഭ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Copper ion released from copper releasing intrauterine device. അതായത് കോപ്പർ റിലീസിങ് IUDs പ്രധാനമായിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ആ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കോപ്പർ അയോൺ റിലീസ്ഡ് ഫ്രം കോപ്പർ റിലീസിങ് ഇൻട്രായൂട്രൈൻ ഡിവൈസ്, ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കോപ്പർ റിലീസിങ് IUDs എങ്ങനെ ആക്ട് ചെയ്യുന്നു? IUDs 3 തരത്തിലുണ്ട്. ഇൻട്രായൂട്രൈൻ ഡിവൈസ് 3 തരത്തിൽ നമുക്കറിയാം. ഫസ്റ്റ് വൺ ഈസ് ദ നോൺ മെഡിക്കേറ്റഡ് IUDs, കോപ്പർ റിലീസിങ് IUDs ആൻഡ് ഹോർമോൺ റിലീസിങ് IUDs. ഇപ്പോഴാണെങ്കിൽ കോപ്പർ റിലീസിങ് IUDs എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് സപ്രസ് ദ സ്പേം മോട്ടിലിറ്റി, അത് സ്പേം മോട്ടിലിറ്റിയെ സപ്രസ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. പ്രിവെന്റ് ഓവുലേഷൻ അല്ല. മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ, അതെന്ന് പറയുന്നത് ഹോർമോൺ റിലീസിങ് IUDs ആണ് അങ്ങനെ ആക്കുന്നത്. യൂട്രസിനെ ഇംപ്ലാന്റേഷൻ അൺസ്യൂട്ടബിൾ ആക്കുന്ന ഹോർമോൺ റിലീസിങ് IUDs ആയിരിക്കും. ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം, അതെന്ന് പറയുന്നത് നോൺ മെഡിക്കേറ്റഡ് IUDs ആണ്. നോൺ മെഡിക്കേറ്റഡ് IUDs ആണ് ഫാഗോസൈറ്റോസ് ഇൻക്രീസ് ചെയ്യുന്നത്. സപ്രസ് ദ സ്പേം മോട്ടിലിറ്റി, അതാണ് നമ്മൾ കോപ്പർ റിലീസിങ് IUDs ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. കോപ്പർ റിലീസിങ് IUDs സപ്രസ് ദ സ്പേം മോട്ടിലിറ്റി, അത് സ്പേം മോട്ടിലിറ്റിയെ സപ്രസ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. താഴെ തന്നിരിക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് അല്ലാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ട്യൂബോക്ടമി തീർച്ചയായിട്ടും ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ട്യൂബോക്ടമി എന്ന് പറയുന്നത്. സർജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ് ട്യൂബോക്ടമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ കോണ്ടംസ്. കോണ്ടംസും കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. ബാരിയർ മെത്തേഡാണ് കോണ്ടംസ് എന്ന് പറയുന്നത്. യൂസർ ഫ്രണ്ട്ലി ആണ്. അതേപോലെ STDs പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്യുന്നുണ്ട്. പിൽസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ, ഇനി ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, ലാസ്റ്റ് ഓപ്ഷൻ കൂടെ നമുക്ക് നോക്കാം. ആൻഡ് ലിപ്പേസ് ലൂപ്പ്. ലിപ്പേസ് ലൂപ്പ് എന്ന് പറയുന്നതും നമ്മളുടെ IUDക്കകത്ത് വരുന്നതാണ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസിനകത്ത് വരുന്നതാണ് ലിപ്പേസ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധമല്ലാതെ കോൺട്രാസെപ്ഷൻ അല്ലാതെ വരുന്നത് പിൽസ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ബർത്ത് ഹോർമോൺ, ചൈൽഡ് ബർത്തിന് സഹായിക്കുന്ന, യൂട്രൈൻ വോൾ കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. വാസോപ്രസിൻ എന്ന് പറയുന്നത് കിഡ്നിയിൽ നിന്ന് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ ആന്റി ഡയററ്റിക് ഹോർമോൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് അല്ലാതെ വരുന്നത്. പിൽസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വാട്ട് യു മീൻ ബൈ ദ ടേം ഡാർവിൻ ഫിറ്റ്നസ്? നമ്മൾ ഡാർവിൻ ഫിറ്റ്നസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡാർവിൻ എന്ന് പറയുന്നത് ഫാദർ ഓഫ് എവല്യൂഷൻ, എവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡാർവിനെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡാർവിൻ്റെ തിയറീസ് ആണ്, പ്രധാനപ്പെട്ട തിയറീസ് ആണ് ബ്രാഞ്ചിങ് ഡിസെന്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. ഈ 2 തിയറീസ് ആണ് ഡാർവിൻ അവതരിപ്പിച്ചുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാർവിൻ ഫിറ്റ്നസ് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ദ എബിലിറ്റി ടു സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ്, ഹൈ അഗ്രിസിനിയസസ്, ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് ഹെൽത്തി അപ്പിയറൻസ്. അതായത് നമ്മൾ ഡാർവിൻ ഫിറ്റ്നസ് കൊണ്ട് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ജീവി അത് ജീവിക്കുന്ന എൻവയോൺമെന്റിൽ അഡാപ്റ്റേഷൻ സംഭവിക്കുന്നുണ്ടോ, അതിന് റീപ്രൊഡക്ഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതാണ് നമ്മൾ ഡാർവിൻ ഫിറ്റ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ എബിലിറ്റി ടു സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ്. ഡാർവിൻ എപ്പോഴും പറയും ലോകത്ത് വിജയിക്കുന്ന ജീവികൾ എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളവയോ അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ളവരോ ഏറ്റവും ബുദ്ധിയുള്ളവരോ അല്ല നമ്മൾ ഈ സർവൈവ് ചെയ്യുന്നത്. ആരാണോ ജീവിക്കുന്ന സാഹചര്യത്തോട് അഡാപ്റ്റേഷൻ ഉള്ളത് അവർ വിജയിക്കുമെന്നാണ് ഡാർവിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ജീവിക്കുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയുന്നവർ ജീവിതത്തിൽ വിജയിക്കുന്നതാണ് ഡാർവിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് ഡാർവിൻ ഫിറ്റ്നസ് നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ സ്ട്രെങ്തോ ഹെൽത്തി അപ്പിയറൻസോ ഒന്നുമല്ല. ദ എബിലിറ്റി ടു സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ്. സർവൈവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഇനി അടുത്ത തലമുറ റീപ്രൊഡക്ഷൻ കഴിയുന്നുണ്ടോ, ഈ 2 കാര്യങ്ങൾ. ഡാർവിൻ്റെ തിയറി എന്ന് പറയുന്നത് ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, വേരിയേഷൻ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ, ഒറിജിൻ ഓഫ് എ ന്യൂ സ്പീഷീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇൻഡസ്ട്രിയൽ മെലാനിസം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. എന്തിന് എക്സാമ്പിൾ ആണ് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നത്? ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ മൂത്തുകളിൽ സംഭവിച്ച എവല്യൂഷനാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നത്. അതായത് അവിടെ 2 തരത്തിലുള്ള മൂത്തുകൾ ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് വൈറ്റ് കളേർഡ് മൂത്തുകളുടെ എണ്ണവും അതിനുശേഷം ഡാർക്ക് കളേർഡ് മൂത്തുകളുടെ എണ്ണവും ഇംഗ്ലണ്ടിൽ കൂടി. ഇത് എന്തിന് എക്സാമ്പിൾ ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? നിയോ ലാമാർക്കിസം, നിയോ ഡാർവിനിസം, നാച്ചുറൽ സെലക്ഷൻ, മ്യൂട്ടേഷൻ. അപ്പോൾ ഈ നിയോ ഡാർവിനിസം ആൻഡ് നിയോ ലാമാർക്കിസം
എന്ന് വെച്ചാൽ ഡാർവിൻ്റെയും ലാമാർക്കിൻ്റെയും തിയറികളെ പുതിയ മോഡേൺ തിയറീസുമായിട്ട് പാലിയന്തോളജി, സൈറ്റോളജി, എംബ്രിയോളജി തുടങ്ങിയ തിയറികൾ കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് നമ്മൾ നിയോ ഡാർവിനിസം, നിയോ ലാമാർക്കിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ഇൻഡസ്ട്രിയൽ മെലാൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ ഏറ്റവും ബെസ്റ്റായുള്ള എക്സാമ്പിൾ ഒന്നാണ് ഇൻഡസ്ട്രിയൽ മെലാൻസ് എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ എക്സാമ്പിൾ അല്ല. മ്യൂട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ജീനോടൈപ്പ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കോൾഡ് മ്യൂട്ടേഷൻ. ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ കണ്ടെത്തിയ ആൾ ഹ്യൂഗോ ഡിവ്രിസ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ അല്ല. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്. നാച്ചുറൽ സെലക്ഷൻ എക്സാമ്പിളാണ് ഇൻഡസ്ട്രിയൽ മെലാൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാഡ് ദ സ്മോളസ്റ്റ് ബ്രെയിൻ കപ്പാസിറ്റി? താഴെ തന്നിരിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് ബ്രെയിൻ കപ്പാസിറ്റി ഏറ്റവും കുറഞ്ഞ ഹ്യൂമൻ ബീയിങ്സിന്റെ ആൻസിസ്റ്റേഴ്സ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഹോമോ ഹാബിലസ്, ഹോമോ എറക്ടസ്, ഹോമോ സാപ്പിയൻസ്, ഹോമോ നിയാണ്ടർതാലിസ്. അപ്പം നമുക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ ബ്രെയിൻ കപ്പാസിറ്റി ഉള്ളത് എന്തായാലും ഹോമോ സാപ്പിയൻസിനാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആദ്യം ആൻസിസ്റ്റേഴ്സിന്റെ ഓർഡർ ഒന്ന് ആലോചിച്ചാൽ മതി. ഇങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഡ്രയോപിതേക്കസ്, രാമാപിതേക്കസ്, ഓസ്ട്രാലോപിതേക്കസ്, ഹോമോ ഹാബിലസ്, ഹോമോ എറക്ടസ്, നിയാണ്ടർതാൽ ആൻഡ് ഹോമോ സാപ്പിയൻസ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒന്ന് ഹോമോ ഹാബിലസ് വന്നിട്ടുണ്ട്, ഹോമോ ഇറക്ടസ് വന്നിട്ടുണ്ട്, then ഹോമോ സാപ്പിയൻസ് വന്നിട്ടുണ്ട്, നിയാണ്ടർതാൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഹ്യൂമൻ എവല്യൂഷനിൽ ഓരോ എവല്യൂഷൻ കഴിഞ്ഞ് പുതിയൊരു വിഭാഗം ഉണ്ടായി വരുന്തോറും ബ്രെയിൻ കപ്പാസിറ്റി കൂടി വന്നാണ് ഹ്യൂമൻ എവല്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഏറ്റവും കൂടുതൽ എവല്യൂഷൻ സംഭവിച്ചുള്ള ഹ്യൂമന്റെ ബ്രെയിൻ ആണ്. അപ്പോൾ ഏറ്റവും കുറവ് ബ്രെയിൻ കപ്പാസിറ്റിയിൽ നിന്ന് കൂടുതൽ അപ്പം ഹോമോ ഹാബിലസിനെക്കാട്ടിൽ ബ്രെയിൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും ഹോമോ ഇറക്ടസിന്. ഹോമോ ഇറക്ടസിനെക്കാട്ടിൽ ബ്രെയിൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും നിയാണ്ടർതാൽ മാന്. അതിനേക്കാട്ടിൽ ബ്രെയിൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും ഹോമോ സാപ്പിയൻസിന്. അപ്പോൾ ഏറ്റവും കുറവ് ബ്രെയിൻ കപ്പാസിറ്റി ഉള്ള ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹോമോ ഹാബിലസിനായിരിക്കും ഏറ്റവും കുറവ് ബ്രെയിൻ കപ്പാസിറ്റി ഉള്ള ഓപ്ഷൻ എ ആണ്. പിന്നീട് വരുന്ന ഈ പറഞ്ഞ ഹ്യൂമൻ ബീൻസിന്റെ എവല്യൂഷൻ അങ്ങോട്ട് വരുന്ന മനുഷ്യവർഗ്ഗങ്ങൾക്കെല്ലാം ബ്രെയിൻ കപ്പാസിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. According to fossils discovered up to present time, origin and evolution of man started from. അത് ഇതുവരെ കിട്ടിയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിന്റെ എവിഡൻസുകൾ, ഫോസിലുകൾ വെച്ച് ഹ്യൂമൻ ബീയിങ്സിന്റെ എവല്യൂഷൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ മനുഷ്യവർഗം ഉണ്ടായി വന്നത് എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫ്രാൻസ്, ജാവ, ആഫ്രിക്ക, ചൈന, ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഹ്യൂമൻ ബീയിങ്സിന്റെ ഫോസിൽസ് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഹ്യൂമൻ ബീയിങ്സിന്റെ ഏറ്റവും കൂടുതൽ ആൻസിസ്റ്റേഴ്സിന്, ഏറ്റവും പൂർവികരായിട്ടുള്ള ആൾക്കാരുടെ ഫോസിൽ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്നാണ്. മനുഷ്യപരിണാമം തുടങ്ങുന്നത് തന്നെ ആഫ്രിക്കയിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the most common mechanism of genetic variation in the population of a sexually reproducing organism? അതായത് ജനറ്റിക് വേരിയേഷന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം താഴെ പറയുന്നതിൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which of the most common mechanism of genetic variation in the population of a sexually reproducing organisms? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ജീവികളിൽ ജനറ്റിക് വേരിയേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തൊക്കെയാണ്? ഒന്നാം പറഞ്ഞിരിക്കുന്നത് റീകോമ്പിനേഷൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റീകോമ്പിനേഷൻ ആണ്. എന്താണ് റീകോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റീഷഫ്ലിംഗ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിഫോർ ഗമീറ്റ് ഫോർമേഷൻ ഈസ് കോൾഡ് റീകോമ്പിനേഷൻ. അതായത് ഗമീറ്റുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഗമീറ്റോജെനിസിസ് സമയത്ത് ജനറ്റിക് മെറ്റീരിയൽ റീഷഫിൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ജനറ്റിക് മെറ്റീരിയലിന്റെ റീഷഫിളിങ്ങിനെ പറയുന്ന പേരാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. റീകോമ്പിനേഷൻ തീർച്ചയായിട്ടും ജനറ്റിക് വേരിയേഷന് കാരണമാവാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ ട്രാൻസ്ഡക്ഷൻ. ട്രാൻസ്ഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ഫോറിൻ DNA ഇൻ ദ സെൽ. അതായത് പുറത്തുനിന്നുള്ള DNA ഏതെങ്കിലും തരത്തിലുള്ള വൈറസ് ഡിഫക്റ്റേഴ്സോ കൊണ്ട് ഒരു ജീവിയുടെ ശരീരത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പോസിബിലിറ്റി കുറഞ്ഞൊരു കാര്യമാണ്. ഫോറിൻ DNA നമ്മളുടെ ശരീരത്തിലേക്ക് വരുന്നതാണ് ജനറ്റിക് വേരിയേഷൻസിന് കാരണം എന്നുള്ളത്. അത് വളരെ പോസിബിലിറ്റി കുറഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ക്രോമസോമൽ എബറേഷൻസ്. ക്രോമസോമൽ എബറേഷൻസ് ക്രോമസോമിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് ഉദ്ദേശിക്കുന്നത്, ക്രോമസോമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട് ജനറ്റിക് ഡ്രിഫ്റ്റ്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ജീൻ ഫ്ലോ ബൈ ചാൻസ്. എന്തെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു ടൈപ്പ് ജീനുകൾ ഇല്ലാതാവുന്നതിനെ പറയുന്ന പേരാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാകുന്നത്. അപ്പം ജനറ്റിക് ഡ്രിഫ്റ്റ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് രണ്ട് ടൈപ്പുള്ള ബീറ്റിൽസ് ഉണ്ടെന്നിരുന്നോട്ടെ, ബ്ലാക്ക് കളറുടെ ബീറ്റിൽസും വൈറ്റ് കളറുടെ ബീറ്റിൽസും ഉണ്ടെന്നിരുന്നോട്ടെ. എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് സംഭവിച്ച് ഏതെങ്കിലും ഒരു കളർ ഉള്ള ബീറ്റിൽസ് മൊത്തം നശിച്ചു പോവുകയാണെങ്കിൽ ആ കളറിന് കാരണമായിട്ടുള്ള ജീൻ ഡ്രിഫ്റ്റ് ആയിപ്പോയി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനറ്റിക് വേരിയേഷൻസിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനറ്റിക് റീകോമ്പിനേഷൻ ആണ്.
എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ജനറ്റിക് റീകോമ്പിനേഷൻ ആണ്. നമ്മളെല്ലാം തന്നെ വേരിയേഷൻസ് ഉണ്ടാകാൻ കാരണം ട്രാൻസ്ഡക്ഷനോ ഈ പറഞ്ഞ ജനറ്റിക് ഡ്രിഫ്റ്റോ ഒന്നുമല്ല. നമ്മളുടെ വേരിയേഷൻ ഉണ്ടാകാൻ കാരണം റീകോമ്പിനേഷൻ തന്നെയാണ്. എന്താണ് റീകോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റീഷഫിളിംഗ് ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ ബിഫോർ ഗമീറ്റ് ഫോർമേഷൻ ഈസ് കോൾഡ് റീകോമ്പിനേഷൻ. അപ്പോൾ ഇങ്ങനെ റീകോമ്പിനേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് പേരൻസിന്റെ അതേ സിമിലാരിറ്റീസ് ഉള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകും. പേരൻസിന്റെ അതുപോലെ ഫോട്ടോ കോപ്പീസ് ആയിട്ടുള്ള ഓസ്പ്രിങ്സ് ഉണ്ടാകുന്നതിന്റെ കാരണം ജനറ്റിക് വേരിയേഷൻസ് ആണ്. അതിന്റെ കാരണം ജനറ്റിക് റീകോമ്പിനേഷൻ ആണ്. റീകോമ്പിനേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് വേരിയേഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the most directly related to man? താഴെ പറയുന്നതിൽ മനുഷ്യനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണ്? ഗോറില്ല, റീസസ്, ഗിബൺസ് ആൻഡ് ഒറാങ്കുട്ടാൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻ ബീയിങ്സുമായിട്ട് ഏറ്റവും അടുത്ത് നമ്മൾ ഈ 4 ഏപ്സിന്റെ പേരാണ്. ഏപ്സ് ആൾക്കുരങ്ങളാണ്. ഗോറില്ല, ചിമ്പാൻസി, ഒറാങ്കുട്ടാൻ ആൻഡ് ഗിബൺസ്. ഇത് ഹ്യൂമൻ ബീയിങ്സുമായിട്ട് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും അടുപ്പമുള്ള ജീവിക്കുന്നത് ഗോറില്ലയാണ്. അത് ഹ്യൂമൻ ബീയിങ്സോട് ഏറ്റവും സിമിലാരിറ്റി ഉള്ള ഏപ്പായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിമ്പാൻസിയാണ്. പക്ഷേ ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ളത് ഗോറില്ലയ്ക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The eyes of octopus and eyes of cat show different pattern of structure, yet they perform similar function. This is an example of homologous organ that have evolved due to divergent evolution, analogous organ that have evolved due to convergent evolution, analogous organ that have evolved due to divergent evolution, homologous organ that have evolved due to convergent evolution. അത് ഒക്ടോപ്പസിന്റെയും കാറ്റിന്റെയും ഐസ് രണ്ട് ഈ ഒക്ടോപ്പസിന്റെ ആണെങ്കിലും കാറ്റിന്റെയും ഐസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിഷൻ ആണ്, കാഴ്ചയ്ക്ക് തന്നെയാണ് സഹായിക്കുന്നത്. പക്ഷെ അവരുടെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഡിഫറൻറ്റ് ഇൻ സ്ട്രക്ചർ സെയിം ഫംഗ്ഷൻ, ഒരേ ഫംഗ്ഷനും അതേപോലെ സ്ട്രക്ചറിൽ വ്യത്യാസവുമാണെങ്കിൽ അത്തരത്തിൽ ഓർഗൻസിന് നമ്മൾ പറയുന്നതാണ് അനാലോഗസ് ഓർഗൻസ് എന്നാണ് പറയുന്നത്. അനാലോഗസ് ഓർഗൻ എന്ന് പറയുന്ന കൺവേർജന്റ് എവല്യൂഷൻ എക്സാമ്പിളാണ് അനാലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. വേറെ ഇഷ്ടംപോലെ എക്സാമ്പിൾ വരുന്ന അനാലോഗസ് ഓർഗൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്. ബട്ടർഫ്ലൈയുടെയും വിങ്സിന്റെയും ബേർഡ്സ് രണ്ട് അനാലോഗസ് ഓർഗനാണ്. അതേപോലെ തന്നെ വിങ്സ് ഓഫ് പെൻഗിൻ ആൻഡ് ഡോൾഫിൻ. പെൻഗിന്റെ ചിറകുകൾ നീന്താനാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഒരു ബേർഡ് എടുക്കുകയാണെങ്കിൽ ബേർഡ്സിന്റെ ഒക്കെ ചിറകുകൾ അവരാണെങ്കിൽ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആണ്, പറക്കാൻ വേണ്ടിയിട്ടാണ് ചിറകുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ പെൻഗിന്റെ ചിറകുകൾ നീന്താനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഡോൾഫിനും അതൊക്കെ തന്നെ നമ്മൾ അനാലോഗസ് ഓർഗന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ അനാലോഗസ് ഓർഗൻ ഡ്യൂ ടു കൺവേർജന്റ് എവല്യൂഷൻ. ഒക്ടോപ്പസിന് പ്രത്യേകം എടുത്തു കഴിഞ്ഞാൽ ലോകത്തിന് ഏറ്റവും വലിയ ഐസ്, ഏറ്റവും വലിയ കണ്ണുകളുള്ള ജീവിയാണ് ഒക്ടോപ്പസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് സ്മോളസ്റ്റ് ഐസ് ലുക്ക് ലൈക്ക് എ കോക്കനട്ട് ഷെൽ. ഏറ്റവും ചെറിയ കണ്ണ് തന്നെ ഒരു കോക്കനട്ട് ഷെല്ലിന് ചിരട്ടയുടെ അത്രയും വലിപ്പമുള്ള കണ്ണുകളായിരിക്കും ഒക്ടോപ്പസിന് മിനിമം ഉള്ളത്. ചില ഒക്ടോപ്പസിന്റെ കണ്ണുകൾ ഹ്യൂമൻ ബീങ്സിന്റെ തലയേക്കാട്ടിലൊക്കെ വലിപ്പമുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അനാലോഗസ് ഓർഗൻ that have evolved due to convergent evolution. Option B ആണ് ആൻസർ എന്ന് പറയുന്നത്. Then next question, evolution of different species in a given geographical area starting from a point and spreading other geographical areas is known as. നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. ആ കറക്റ്റായുള്ള ആ ഒരു അഡാപ്റ്റീവ് റേഡിയേഷന്റെ ഡെഫിനിഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഇസ് ദ എവല്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ് ആൻഡ് ലിറ്ററലി റേഡിയേറ്റിംഗ് ടു അതർ റീജിയൻസ്. അത് വളരെ സിമ്പിൾ ആയിട്ട് എവല്യൂഷൻ ബൈ അഡാപ്റ്റേഷൻ എന്ന് പറയാം. 3 എക്സാമ്പിൾസ് ആണ് അഡാപ്റ്റീവ് റേഡിയേഷൻ ഉള്ളത്. ഡാർവിൻ ഫിഞ്ചസ്, മാർസുപ്പിയൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ പ്ലാസന്റ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. ഓക്കെ, അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what was the most significant trend in the evolution of modern man from his ancestors? അതായത് മനുഷ്യരുടെ ഹ്യൂമൻ ബീങ്സിന്റെ എവല്യൂഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് വന്ന ചേഞ്ച് എന്താണ്? ഒന്ന്, ഇൻക്രീസ് ക്രേനിയൽ കപ്പാസിറ്റി. അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി വർദ്ധിച്ചു. അബ്രൈറ്റ് പോസ്റ്റർ, അതായത് നിവർന്നു നിൽക്കാനുള്ള കഴിവുണ്ടായി വന്നു. ഷോർട്ടനിങ് ഓഫ് ജോസ്, താടിയെല്ലുകൾ ചെറുതായി. ബൈനോക്കുലാർ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ 2 കണ്ണുകളും ഒരേ വസ്തുവിൽ തന്നെ ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് ബൈനോക്കുലാർ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ 2 കണ്ണുകളും അതിലേക്ക് തന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഫോക്കസ് ചെയ്യാനായിട്ടുള്ള കണ്ണുകളുടെ കഴിവിനെ പറയുന്നത് ബൈനോക്കുലാർ വിഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഹ്യൂമൻ ബീങ്സിന്റെ ഏറ്റവും എവല്യൂഷനിൽ ബ്രെയിനിന് മാത്രം ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് സംഭവിക്കുകയും മറ്റ് അഡാപ്റ്റേഷൻസ് വളരെ കുറവ് സംഭവിക്കുകയും ചെയ്ത ഒരു ഓർഗനിസമാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. മറ്റൊരു അഡാപ്റ്റേഷൻസ് ഹ്യൂമൻ ബീങ്സിന് വളരെ കുറവാണ്. എവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ബീങ്സിന് മാറ്റം സംഭവിച്ച് ബ്രെയിൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏറ്റവും കൃത്യമുള്ള ആൻസർ ഇൻക്രീസ് ക്രേനിയൽ കപ്പാസിറ്റി. ബാക്കി കാര്യങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സംഭവിച്ച ഏറ്റവും നല്ല രീതിയിൽ സംഭവിച്ചൊരു മാറ്റം എന്ന് പറയുന്നത് ക്രേനിയൽ കപ്പാസിറ്റി കൂടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത്ര പുരോഗമനമുള്ള ഒരു ജീവവർഗമായിട്ട് മനുഷ്യൻ മാറാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Darwin finches are a good example of convergent evolution. Tenth question. Darwin finches are a good example of. എന്തിന് എക്സാമ്പിൾ ആണ് ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ഈസ് ദ കൺവേർജന്റ് എവല്യൂഷൻ. എന്നാണ് പറയുന്നത് കൺവേർജന്റ് എവല്യൂഷൻ ആണ്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ ഇൻഡസ്ട്രിയൽ മെലാനിസം. ഒരിക്കലും ഇൻഡസ്ട്രിയൽ മെലാനിസം എക്സാമ്പിൾ അല്ല ഡാർവിൻ ഫിഞ്ചസ്, നമുക്കറിയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ കണക്റ്റിംഗ് ലിങ്ക്. കണക്റ്റിംഗ് ലിങ്ക് രണ്ട് ജീവിവർഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത്. ദെൻ അഡാപ്റ്റീവ് റേഡിയേഷൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ ആണ് ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഗാലപ്പഗോസ് എന്ന് പറയുന്ന ദ്വീപിൽ HMS ബീഗിൾ എന്ന് പറയുന്ന പായ്ക്കപ്പലിൽ ഡാർവിൻ ഗാലപ്പഗോസ് ദ്വീപിലെത്തുന്നു. അവിടെ ഡാർവിനെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഓർഗാനിസം ആയിരുന്നു ഫിഞ്ചസ് എന്ന് പറയുന്നത്. ഈ ഫിഞ്ചസിൻ്റെ പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ ഗാലപ്പഗോസ് എന്ന് പറയുന്ന ഐലൻഡ്, നമ്മളൊരു ഗാലപ്പഗോസ് ഐലൻഡ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 14ഓളം ചെറിയ ഐലൻഡുകൾ കൂടിച്ചേർന്ന ഐലൻഡ് ആയിരുന്നു ഗാലപ്പഗോസ് എന്ന് പറയുന്നത്. 14ഓളം ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ഐലൻഡുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഐലൻഡ് ആയിരുന്നു ഗാലപ്പഗോസ് എന്ന് പറയുന്നത്. ഈ ഗാലപ്പഗോസിലെല്ലാം തന്നെ ഫിഞ്ചസുകളുണ്ടായി. ഫിഞ്ചസ് എന്ന് വെച്ചാൽ കുരുവികളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫിഞ്ചസിനെ ഡാർവിൻ ഒബ്സർവ് ചെയ്ത സമയത്ത് ഈ ഫിഞ്ചസിൻ്റെ എല്ലാം തന്നെ സൗണ്ടും, അതായത് അവരുടെ ശബ്ദവും, അതുപോലെ തന്നെ നെസ്റ്റ് ബിൽഡിങ്, കൂടുണ്ടാക്കുന്ന രീതിയും എല്ലാം തന്നെ ഒന്ന് തന്നെയായിരുന്നു. അതായത് ഓരോ സ്ഥലത്തും ഫിഞ്ചസ് ഉണ്ട്. ഈ ഫിഞ്ചസുകളിൽ ആകെ ചേഞ്ച് ഉള്ളത് അവരുടെ ബീക്കുകളിൽ മാത്രമായിരുന്നു. ബാക്കി അവരുടെ സൗണ്ടോ നെസ്റ്റ് ബിൽഡിങ്ങോ അവരുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരുടെ കൂടുകൾ കണ്ടു കഴിഞ്ഞാൽ ഏത് ടൈപ്പുള്ള കുരുവികളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആകെ ഡിഫറൻസ് ഉള്ള അവരുടെ ബീക്കുകളിൽ മാത്രമായിരുന്നു, അവരുടെ കൊക്കുകളിൽ മാത്രമായിരുന്നു വ്യത്യാസമുണ്ടായിരുന്നു. അവർ ഏതൊരു ഐലൻഡിലാണോ എത്തപ്പെട്ടത് ആ ഐലൻഡിലെ ഫുഡിനനുസരിച്ച് അവരുടെ ബീക്കുകളിൽ ചേഞ്ച് ഉണ്ടായി എന്ന് ഡാർവിൻ കണ്ടെത്തി. അതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ആണുള്ളതെങ്കിൽ, പൂക്കളാണുള്ളതെങ്കിൽ പൂക്കളിൽ നിന്ന് നെക്ടർ, തേൻ കുടിക്കാൻ പറ്റിയ തരത്തിലേക്ക് അവരുടെ ബീക്കുകളിൽ ചേഞ്ച് ഉണ്ടായി. ഇനി ചില സ്ഥലത്ത് പോലെ വേംസ്, വിരകളാണുള്ളതെങ്കിൽ ആ വിരകളെ കൊത്തി തിന്നാൻ പറ്റിയ തരത്തിലേക്ക് അവരുടെ ബീക്കുകളിൽ ചേഞ്ച് ഉണ്ടായി. അപ്പോൾ അവർ ഏത് സ്ഥലത്താണോ എത്തുന്നത് ആ സ്ഥലത്തുള്ള ഫുഡ് ഹാബിറ്റിനനുസരിച്ച് അവരുടെ ബീക്കുകളിൽ ചേഞ്ച് ഉണ്ടായി. ഇനി സീഡാണുള്ളതെങ്കിൽ സീഡ് ഈറ്റിങ്ങിന് പറ്റിയ തരത്തിലേക്ക്, വിത്തുകൾ കൊത്തി തിന്നാൻ പറ്റിയ തരത്തിലേക്ക് അവരുടെ ബീക്കുകളിൽ ചേഞ്ച് ഉണ്ടായി. അതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. എവല്യൂഷൻ ബൈ അഡാപ്റ്റേഷൻ. ഏത് സ്ഥലത്താണോ എത്തപ്പെടുന്നത് ആ സ്ഥലത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എവല്യൂഷൻ സംഭവിക്കുന്നു. ഇപ്പോൾ ഡാർവിൻ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ സൗത്ത് അമേരിക്കയിലുള്ള സീഡ് ഈറ്റിംഗ് ഫിഞ്ചസ് ആയിരുന്നു ഇവരുടെ എല്ലാ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ സൗത്ത് അമേരിക്കയിൽ നിന്നും ഇവര് ഒരു സ്ഥലത്തു നിന്നും ഫിഞ്ചസ് അവർ പല ഐലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ആ മൈഗ്രേറ്റ് ചെയ്ത സ്ഥലത്തെ ഫുഡ് ഹാബിറ്റിനനുസരിച്ച് അവരിൽ വേരിയേഷൻസ് ഉണ്ടായി. ഏത് സ്ഥലത്തേക്കാണോ അവർ പോയത് ആ സ്ഥലത്തെ ഫുഡ് ഹാബിറ്റിനനുസരിച്ച് അവരിൽ ചേഞ്ചസ് ഉണ്ടായി, അവരുടെ ബീക്കുകളിൽ മാറ്റം ഉണ്ടായി ഡാർവിൻ കണ്ടെത്തി. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ ഏറ്റവും കൃത്യമുള്ള എക്സാമ്പിൾ ആണ് ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർക്കിയോടെറിഡ്സ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ. ആർക്കിയോടെറിഡ്സ് ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്കാണ്? അപ്പോൾ നമുക്കറിയാം ആദ്യമായിട്ട് കടലിലാണ് ഓർഗാനിസംസ് എല്ലാം തന്നെ ഉണ്ടായത്. ദെൻ ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിന് ആരെയൊക്കെ തമ്മിൽ ഏതൊക്കെ വിഭാഗങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ജീവിയാണ് ആർക്കിയോടെറിഡ്സ്? ആംഫീബിയൻസ് ആൻഡ് റെപ്റ്റൈൽസ്, പിസസ് ആൻഡ് ആംഫീബിയൻസ്, റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്, കോഡൈറ്റ്സ് ആൻഡ് നോൺ കോഡൈറ്റ്സ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആർക്കിയോടെറിഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. റെപ്റ്റൈൽസിനെയും ബേർഡ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഓർഗാനിസമാണ് ആർക്കിയോടെറിഡ്സ് എന്ന് പറയുന്നത്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർക്കിയോടെറിഡ്സിന്റെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. ആർക്കിയോടെറിഡ്സിന് റെപ്റ്റൈൽസിന്റെയും ബേർഡ്സിന്റെയും ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആർക്കിയോടെറിഡ്സിന് ബീക്ക് ഉണ്ടായിരുന്നു. ബീക്ക് എന്ന് പറയുന്നത് ഏവിയൻ ക്യാരക്ടേഴ്സ് ആണ്. ഈ ബീക്കിനുള്ളിൽ തന്നെ ടീത്ത് ഉണ്ടായിരുന്നു. ടീത്ത് എന്ന് പറയുന്നത് റെപ്റ്റേലിയൻ ക്യാരക്ടറാണ്. അതുമാത്രമല്ല ആർക്കിയോടെറിഡ്സ് എന്ന് പറയുന്നത് അതിന് ഫോർ ലിംസും ഹൈ ലിംസും ഉണ്ട്, മുൻകാലുകളും പിൻകാലുകളും ഉണ്ട്. അതുകൂടാതെ വിങ്സും ഉണ്ടായിരുന്നു. നമുക്കറിയാം ബേർഡ്സിന്റെ ഒക്കെ തന്നെ ഫോർ ലിംസിന് മോഡിഫിക്കേഷൻ സംഭവിച്ചാണ് വിങ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. എന്നാൽ ആർക്കിയോടെറിഡ്സിന് 4 കാലുകളും അതേപോലെ തന്നെ വിങ്സും ഉണ്ടായിരുന്നു. എന്നിട്ട് ദ നോട്ടോകോഡ് ഈസ് എക്സ്റ്റെൻഡഡ് ടു ദ ടെയിൽ. അതിന്റെ നട്ടൽ എന്ന് പറയുന്ന ടെയിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുകയും ചെയ്തിരുന്നു.
അങ്ങനെ അത്തരത്തിൽ റെപ്റ്റൈൽസിന്റെയും ബേർഡ്സിന്റെയും ക്യാരക്ടറുള്ള ഓർഗാനിസമാണ് ആർക്കിയോടെറിപ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കണക്റ്റീവ് ലിങ്ക് ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following scientist's name is correctly matched with the theory put forth by him? അതായത് കറക്റ്റ് ഏത് സയന്റിസ്റ്റിന്റെ തിയറിയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? മെന്റൽ എബയോജെനസിസ്. മെന്റൽ നമുക്കറിയാം, ഗ്രിഹർ ജൊഹാൻ മെന്റൽ. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. ജെനറ്റിക്സിന്റെ പിതാവാണ് മെന്റൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ തിയറീസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ലോ ഓഫ് ഡൊമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ ആൻഡ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. ദെൻ പാസ്റ്റർ, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്നത് അദ്ദേഹം എബയോജെനിസിസ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ലൂയി പാസ്റ്റർ എന്ന് പറയുന്നത്. എബയോജെനിസിസ് മീൻസ് ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം എബയോട്ടിക് ഫാക്ടർ. ജീവനില്ലാത്തവരിൽ നിന്ന് വളരെ പെട്ടെന്ന് ജീവൻ ഉണ്ടായി വരും എന്ന തിയറിയാണ് എബയോജെനിസിസ് എന്ന് പറയുന്നത്. ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഒക്കെ തന്നെ മുന്നോട്ട് വെച്ച തിയറിയായിരുന്നു എബയോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അരിസ്റ്റോട്ടിലൊക്കെ തന്നെ എബയോജെനിസിസിനെ പിന്താങ്ങിയ ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ എബയോജെനിസിസ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ലൂയിസ് പാസ്റ്റർ ഒക്കെ തന്നെ. അപ്പോൾ അവർ പറഞ്ഞു എബയോജെനിസിസ് എന്ന് വെച്ചാൽ ലൈഫ് ഒറിജിനേറ്റഡ് ഫ്രം ലൈഫ്ലെസ് മാറ്റേഴ്സ്. അഴുകിയിറച്ചിൽ നിന്ന് പുഴുക്കളുണ്ടാകാം, ഇസ്ട്രോ കച്ചയിൽ നിന്നൊക്കെ ഇൻസെക്റ്റുകളൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തതാണ് ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ ലൂയി പാസ്റ്ററിന്റെ കൂടെ വരുന്ന പേരെന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ ആണ്. ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് ലാമാർക്കിന്റെ തിയറിയാണ്. യൂസ് ആൻഡ് ഡിസീസ് തിയറി വരുന്നത് ലാമാർക്കസിൽ വരുന്നതാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ. ആ പേര് തെറ്റാണ്. then ഹ്യൂഗോ ഡീവ്രിസ്, അതായത് ഡീവ്രിസ് എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ തീർച്ചയായിട്ടും നമുക്കറിയാം ഡാർവിന്റെ തിയറിയാണ് നാച്ചുറൽ സെലക്ഷൻ. ഡീവ്രിസിന്റെ തിയറി എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ തിയറിയാണ്. അപ്പോൾ ഈ നമ്മൾ 3 ഓപ്ഷൻസ് പറഞ്ഞു. എ ഓപ്ഷൻ, സി ഓപ്ഷൻ, ഡി ഓപ്ഷൻ പറഞ്ഞു. ബി മാത്രമേ ഉള്ളൂ. വീസ്മാൻ, അഗസ്റ്റ് വീസ്മാൻ, ഫുൾ നെയിം അഗസ്റ്റ് വീസ്മാൻ ആണ്. തിയറി ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ജേംപ്ലാസം, ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. കണ്ടിന്യൂറ്റി ഓഫ് ജേംപ്ലാസം എന്ന് പറയുന്നത് നമ്മളുടെ സൊമാറ്റോപ്ലാസം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് രണ്ടാണ്, സൊമാറ്റോപ്ലാസം ഉണ്ട്, ജേംപ്ലാസം ഉണ്ട്. സൊമാറ്റോപ്ലാസിൽ ഉണ്ടാവുന്ന ചേഞ്ചസുകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടത്തില്ല. എന്നാൽ ജേംപ്ലാസത്തിലാണ്, ജെനറ്റിക് മെറ്റീരിയലിലാണ് ചേഞ്ച് ഉണ്ടാവുന്നതെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാളുടെ ഏതെങ്കിലും ഒരാൾക്കൊരു ആക്സിഡന്റ് പറ്റിയപ്പോൾ അയാളുടെ കൈ നഷ്ടപ്പെട്ടു പോയെന്നിരുന്നോട്ടെ, എന്നാലും അയാളുടെ അടുത്ത ജനറേഷൻസ് ഉണ്ടാകുമ്പോൾ കൈയില്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കത്തില്ല ജനിക്കുന്നത്. കാരണം സൊമാറ്റോപ്ലാസിനാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള DNA-യിലാണ് ചേഞ്ചസ് സംഭവിക്കുന്നതെങ്കിൽ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അതാണ് തിയറി ഓഫ് ജേംപ്ലാസം. വീസ്മാന്റെ തിയറിയാണ്. ഈ അഗസ്റ്റ് വീസ്മാൻ എന്ന് പറയുന്നത് ലാമാർക്കിസം തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത സയന്റിസ്റ്റും അഗസ്റ്റ് വീസ്മാൻ തന്നെയാണ്. ലാമാർക്ക് പറഞ്ഞത് ഒരു തലമുറയിൽ നിന്നുള്ള സ്വഭാവങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ എന്ന് പറയുന്ന ലാമാർക്കിന്റെ തിയറി തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത സയന്റിസ്റ്റ് വീസ്മാൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ഒപ്പാരിൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് പ്രസന്റ് ഇൻ ദ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ ഓഫ് എർത്ത്? അതായത് ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇല്ലാതിരുന്നത് എന്താണ്? മീഥേൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, വാട്ടർ വേപ്പർ ഉണ്ടായിരുന്നു, ഓക്സിജൻ ഇല്ലായിരുന്നു, ഒരിക്കലും ഫ്രീ ഓക്സിജൻ കാണപ്പെട്ടിരുന്നതില്ല. അപ്പോൾ 13ന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ, ഓക്സിജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കാറ്റഗറൈസ്ഡ് അണ്ടർ ലിവിങ് ഫോസിൽ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ലിവിങ് ഫോസിൽ എന്ന് പറയുന്നത്? എന്താണ് ലിവിങ് ഫോസിൽ എന്ന് പറയുന്നത്? അത് വളരെ പണ്ടുകാലം മുതലേ ഉള്ള ഒരു ഓർഗാനിസം, അതിന് എവല്യൂഷൻ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ആ ജീവി ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലിവിങ് ഫോസിൽ എന്ന് പറയുന്നത്. അതായത് എവല്യൂഷൻ ഒന്നും തന്നെ സംഭവിക്കാത്ത ജീവി എന്ന് പറയുന്നത് ലിവിങ് ഫോസിൽ. വളരെ പണ്ടുകാലം തന്നെ ഈ ഭൂമിയിൽ ഉണ്ടായി വന്നൊരു ജീവി, ആ ജീവിക്ക് യാതൊരു തരത്തിലുള്ള ഇത്രയും കാലഘട്ടം കഴിഞ്ഞു പോയിട്ടും യാതൊരു തരത്തിലുള്ള എവല്യൂഷൻ സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജീവികളെ പറയുന്നവരാണ് ലിവിങ് ഫോസിൽസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്വാഗയാണ് കൊടുത്തത്. ക്വാഗ എന്ന് പറയുന്ന ആഫ്രിക്കയിലുള്ള ഒരു തരം സീബ്ര വെറൈറ്റി ആയിരുന്നു ക്വാഗ എന്ന് പറയുന്നത്. ഇത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് എക്സ്റ്റിൻഷൻ നേരിട്ട സ്പീഷീസ് ആണ് ക്വാഗ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ഡോഡോ. ഡോഡോ എന്ന് പറയുന്നത് മൗറീഷ്യസിൽ ഉണ്ടായിരുന്ന ഡെക്ക് വെറൈറ്റി ആയിരുന്നു. ഡോഡോ എന്ന് പറയുന്നത് ഫ്ലൈറ്റ്ലെസ് ബേർഡ് ആയിരുന്നു ഡോഡോ എന്ന് പറയുന്നത്. ഈ ഡോഡോയും എക്സ്റ്റിൻഷൻ നേരിട്ട സ്പീഷീസ് ആണ് ഡോഡോ എന്ന് പറയുന്നത്. ആൻഡ് ഡൈനോസേഴ്സ് അല്ലെങ്കിൽ ദിനോസേഴ്സ്. അപ്പോൾ ദിനോസറുകൾ നമുക്കറിയാം, ഏതാണ്ട് 60 മില്യൺ വർഷം മുമ്പ് ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോയ ജീവികളാണ് ദിനോസറുകൾ എന്ന് പറയുന്നത്. ഈ ദിനോസേഴ്സിന്റെ എക്സ്റ്റിൻഷന് പലതരത്തിലുള്ള റീസൺസ് പറയുന്നുണ്ട്. അപ്പോൾ ഇവയൊന്നും തന്നെ ലിവിങ് ഫോസിലുകളല്ല. ഈ തന്നിരിക്കുന്ന ലിവിങ് ഫോസിൽ എന്ന് പറയുന്നത് ലിമുലസ് മാത്രമാണ്. ലിമുലസ് എന്ന് വെച്ചാൽ കിങ് ക്രാബ് എന്ന് പറയും. കിങ് ക്രാബ് അല്ലെങ്കിൽ ലിമുലസ്. കിങ് ക്രാബ് അല്ലെങ്കിൽ
ലിമുലസ് ആണ് ലിവിങ് ഫോസിൽ എന്ന് പറയുന്നത്. ഇത് ഫൈലം ആർത്രോപോഡയിൽ വരുന്ന ഒരു ഓർഗാനിസമാണ് ലിമുലസ് അല്ലെങ്കിൽ കിങ് ക്രാബ് എന്ന് പറയുന്നത്. ഇതിന് എവല്യൂഷൻ സംഭവിച്ചിട്ടില്ല. ലിവിങ് ഫോസിലിന്റെ എക്സാമ്പിൾ ആണ് ലിമുലസ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ ഇൻഡസ്ട്രിയൽ മെലാനിസം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, ഇതുമായിട്ട് വന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞോ. ഇൻഡസ്ട്രിയൽ മെലാനിസം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡ്രഗ് റെസിസ്റ്റൻസ് അല്ലല്ലോ എന്തായാലും. ഡാർക്കനിങ് ഓഫ് സ്കിൻ ഡ്യൂ ടു സ്മോക്ക് ഫ്രം ഇൻഡസ്ട്രീസ്, തീർച്ചയായിട്ടും അല്ല. പ്രൊട്ടക്റ്റീവ് റിസംബിൾസ് വിത്ത് സറൗണ്ടിങ്സ്, അതെ, ചുറ്റുപാടുമായിട്ടുള്ള അനുയോജ്യം കൊണ്ട് ഒരു ജീവി ചുറ്റുപാടുമായിട്ടുള്ള ഒരു ജീവി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഫലമായിട്ടുണ്ടാകുന്ന കാര്യമാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നത്. ഡിഫെൻസീവ് അഡാപ്റ്റേഷൻ അഗൈൻസ്റ്റ് യു വി റേസ്, അതുമല്ല. അപ്പോൾ ഇതിന് ആൻസർ എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റീവ് റിസംബിൾസ് വിത്ത് ദ സറൗണ്ടിങ്സ്, ചുറ്റുപാടും അനുകൂലമാവുന്നതിന്റെ ഫലമായിട്ട് ജീവികളിലും അതിജീവനം ഉണ്ടായതാണ്. അതായത് ഇപ്പോൾ വൈറ്റ് കളേർഡ് ലൈക്കൺസ് ഉണ്ടായിരുന്ന സമയത്ത് വൈറ്റ് കളേർഡ് ആയിട്ടുള്ള മൂത്തുകൾക്ക് ഫേവറബിൾ, എന്നാൽ ലൈക്കൺസ് ഇല്ലാതായ സമയത്ത് ഡാർക്ക് കളറായിട്ടുള്ള മൂത്തുകൾക്കായിരിക്കും ഫേവറബിൾ. അപ്പോൾ സറൗണ്ടിങ്സിന് അനുകൂലമായിട്ട് സംഭവിച്ച എവല്യൂഷനാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ മെലാനിസം. അപ്പോൾ ആൻസർ വരുന്നത് പ്രൊട്ടക്റ്റീവ് റിസംബിൾസ് വിത്ത് ദ സറൗണ്ടിങ്സ്, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. റീസൺസ് ഫോർ ഫാസ്റ്റ് സ്പീസിയേഷൻ ഇൻ ദ പ്രസന്റ് ഡേ ക്രോപ്പ് പ്ലാന്റ്സ് ഇസ് ഡ്യൂ ടു, അതായത് പ്ലാന്റ്സുകളിൽ വളരെ പെട്ടെന്ന് സ്പീസിയേഷൻ സംഭവിക്കാനുള്ള കാരണം എന്താണ് സ്പീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിൻ ഓഫ് എ ന്യൂ സ്പീഷീസ് ഈസ് കോൾഡ് സ്പീസിയേഷൻ. പുതിയതായിട്ടൊരു സ്പീഷീസ് ഉണ്ടായി വരുന്നതിനെ പറയുന്നവനാണ് സ്പീസിയേഷൻ. അപ്പോൾ ഫാസ്റ്റ് സ്പീസിയേഷൻ ആണോ ചോദിച്ചാൽ അത് മ്യൂട്ടേഷൻ അത്ര ഫാസ്റ്റായിട്ട് നടക്കില്ല. ഫാസ്റ്റ് ആണെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ പുതിയ സ്പീഷീസുകൾ ഉണ്ടാകാൻ കാരണമാകത്തില്ല. ദെൻ ഐസൊലേഷനും കാരണമാകത്തില്ല. സെക്ഷൽ റീപ്രൊഡക്ഷൻ ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പോളിപ്ലോയിഡിയാണ് ആൻസർ എന്ന് പറയുന്നത്. പോളിപ്ലോയിഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ന്യൂമറിക്കൽ ചേഞ്ചസ് ഇൻ ദ നമ്പർ ഓഫ് ക്രോമസോംസ് ഈസ് കോൾഡ് പ്ലോയിഡി. ക്രോമസോമിന്റെ നമ്പറിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ വിളിക്കുന്ന പേരാണ് പ്ലോയിഡി. ദ ന്യൂമറിക്കൽ ചേഞ്ചസ് ഇൻ ദ നമ്പർ ഓഫ് ക്രോമസോംസ് ഈസ് കോൾഡ് പ്ലോയിഡി. ഹാപ്ലോയിഡി ഉണ്ട്. ഹാപ്ലോയിഡി എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് ക്രോമസോംസ് ആണ്. ഡിപ്ലോയിഡി 2n നമ്പർ ഓഫ് ക്രോമസോംസ്. പോളിപ്ലോയിഡി എന്ന് പറയുന്നത് 3n 4n ഒക്കെ വരാം. അപ്പോൾ ഈ പോളിപ്ലോയിഡിയാണ് പുതിയ സ്പീഷീസ് ഉണ്ടായി വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പോളിപ്ലോയിഡിയാണ്. ഈ പോളിപ്ലോയിഡി എന്ന് പറയുന്ന പ്രോസസ് പ്ലാന്റ്സിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അനിമൽസിലൊക്കെ തന്നെ ക്രോമസോം അബറേഷൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഈ പ്ലോയിഡി ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോളിപ്ലോയിഡി എന്ന് പറയുന്ന പ്രോസസ് പ്ലാന്റ്സിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് ഓപ്ഷൻ സി ആണ്, പോളിപ്ലോയിഡിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ലൈഫ് ഓൺ എർത്ത് വാസ്, അതായത് ഭൂമിയിലെ ആദ്യത്തെ ജീവൻ അവരെങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സയാനോ ബാക്ടീരിയ ആണ് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. സയനോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണ് സയനോ ബാക്ടീരിയ എന്ന്. ഈ ഭൂമിയിൽ തന്നെ ആദ്യമായിട്ട് ഫോട്ടോസിന്തസിന് കഴിവുള്ള ജീവികൾ എന്ന് പറയുന്നത് അത് സയനോ ബാക്ടീരിയ ആണ്. ദെൻ ഓട്ടോട്രോപ്സ് ഒക്കെ ഒരുപാട് സമയത്തിന് ശേഷമാണ് ഉണ്ടായിരുന്നത്. ഓട്ടോട്രോപ്സ് അത് ഫോട്ടോ ഓട്ടോട്രോപ്സ് പിന്നീടാണ് ഉണ്ടായി വരുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കീമോ ഹെറ്ററോട്രോപ്സ് ആണ്. കീമോ സിന്തസ് നടത്തുന്ന ഹെറ്ററോട്രോപ്സ് ആയിരുന്നു ആൻസർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈഫ് ഓൺ ദ എർത്ത് വാസ് കീമോ ഹെറ്ററോട്രോപ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽ ബൈ പ്രിമിറ്റീവ് മാൻ വാസ്, അത് ആദ്യമായിട്ട് മനുഷ്യൻ ഇണക്കി വളർത്തിയ ജീവി ഏതായിരുന്നു? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്യാറ്റ്, കൗ, ഡോഗ് ആൻഡ് ഹോഴ്സ്. അപ്പോൾ നമുക്ക് ഇതിനകത്തെ കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് മനുഷ്യൻ ആദ്യമായിട്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ആനിമൽ എന്ന് പറയുന്നത് ഡോഗാണ്. ഈ ഡോഗിന്റെ ഒരു എവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഈ ഹ്യൂമൻ ബീയിങ്സ് അവർ കൂട്ടമായിട്ട് താമസിച്ചു തുടങ്ങിയപ്പോൾ ഇവർ ഈ മീറ്റിൻ്റെ ഒക്കെ തന്നെ വേസ്റ്റ് കൊണ്ടുപോയി കളയുമായിരുന്നു. ആ വേസ്റ്റ് കൊണ്ടുപോയി കളയുന്ന ഭാഗത്ത് ഇത് കഴിക്കാനായിട്ട് വോൾഫ്, ചെന്നായ്ക്കൾ വരുമായിരുന്നു. അപ്പോൾ ഒരു ഭാഗം ചെന്നായ്ക്കൾ ഹ്യൂമൻ ബീയിങ്സിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് വരത്തില്ല. ചില ചെന്നായ്ക്കളാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടെങ്കിലും വരും. നമ്മൾ അവരെ നോട്ടീസ് ചെയ്യുന്ന ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരപ്പോഴേ ഓടിപ്പോകും. ചില ചെന്നായ്ക്കൾ ഹ്യൂമൻ ബീയിങ്സ് അവരെ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നാൽ പോലും പോകാത്ത വോൾഫുകൾ വരെ ഉണ്ടായി വന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള വോൾഫുകൾക്ക് എവല്യൂഷൻ സംഭവിച്ചാണ് പിന്നീട് ഡോഗുകളായിട്ട് മാറിയത്. ഇത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് നമ്മളുടെ ഈ ഡോഗുകളുടെ ആൻസസ്റ്റേഴ്സ് എടുത്ത വോൾഫാണ്. ഈ വോൾഫിന് എവല്യൂഷൻ സംഭവിച്ചാണ് ഡോഗായിട്ട് മാറിയത്. ആദ്യമായിട്ട് മനുഷ്യൻ ഇണക്കി വളർത്തിയ ജീവി എന്ന് പറയുന്നത് ഡോഗ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. The concept that populations tends to increase geometrically while food supply increase arithmetically was put forward by. അതായത് എപ്പോഴും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ജോമെട്രിക്കൽ റേറ്റിലായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്, എന്നാൽ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് റേറ്റിലുമായിരിക്കും. അതായത് റീപ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് 2, 4, 8, 16 ഈ രീതിയിലായിരിക്കും ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. എന്നാൽ റീപ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്
2, 4, 8, 16 എന്ന ഓർഡറിലായിരിക്കും. എന്നാൽ ഫുഡ് പ്രൊഡക്ഷൻ 1, 2, 3, 4 1, 2, 3, 4 ഈ രീതിയിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റാർവേഷൻ ഉണ്ടാവും, സഫീഷ്യൻ്റായിട്ട് ഫുഡ് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവും. ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്ത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ തിയറി പ്രപ്പോസ് ചെയ്ത് തോമസ് മാൾട്ടസ് ആണ് ഈ തിയറി കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ റീപ്രൊഡക്ഷൻ അനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നില്ല എന്ന തിയറിയാണിത്. ഇതുകൊണ്ട് തോമസ് മാൾട്ടസ് ആണ്. ചാൾസ് ഡാർവിൻ്റെ തിയറി നാച്ചുറൽ സെലക്ഷൻ ആണ്. യുറേ എന്ന് പറയുന്ന യുറേയും മില്ലറും നമ്മളുടെ കെമിക്കൽ എവല്യൂഷൻ തിയറി പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. ആദം സ്മിത്ത് എന്ന് പറയുന്ന ഫാദർ ഓഫ് എക്കണോമിക്സിന്റെ പിതാവാണ് ആദം സ്മിത്ത് എന്ന് പറയുന്നത്. തോമസ് മാൾട്ടസിന്റെ തിയറിയാണ് റീപ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന അതേ റേറ്റിൽ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then the last question. Four limbs of cat and lizard used for walking. 4 limbs of whale used in swimming and 4 limbs of bat used in flying are example of. ഇതെല്ലാം തന്നെ നമുക്കറിയാം. 4 limbs of cheetah, 4 flippers of whale, wings of bat, ഇവയെല്ലാം തന്നെ ഹോമോലോഗസ് ഓർഗൻ എക്സാമ്പിൾ ആണ്. ഹോമോലോഗസ് ഓർഗൻസ് മീൻസ് സെയിം സ്ട്രക്ചർ ഡിഫറെൻ്റ് ഇൻ ഫങ്ഷൻ ആണ് ഹോമോലോഗസ് ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ സി ആണ്, ഹോമോലോഗസ് ഓർഗൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഇതിൽ മൊത്തം ക്വസ്റ്റ്യൻസും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം, ആദ്യം സെലക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളോട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ.